വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന ചാപ്റ്റർ നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. സോ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിലെ എൻറ്റയർ കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവരെയും ഒന്നുകൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫുഡ് റിസോഴ്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ആദ്യം തന്നെ മക്കളെ മനസ്സിലാക്കുക, ഭക്ഷണ സ്രോതസ് ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ഫുഡും കഴിക്കുന്നുണ്ട്, ആനിമൽ ബേസ്ഡ് ഫുഡും നമ്മൾ കഴിക്കുന്നുണ്ട്. ഫുഡ് സോഴ്സ് ആനിമൽ ബേസ്ഡ് ഫുഡ് സോഴ്സും ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സോഴ്സും നമുക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി അടുത്ത സൈഡ് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കൺവേ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺവേ ചെയ്യുന്നത്. പോപ്പുലേഷൻ ഡേ ടു ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോപ്പുലേഷൻ കീപ്സ് ഓൺ ഇൻക്രീസിങ്. സോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡും എന്ത് ചെയ്യുകയാണ്? ഡിമാൻഡും എന്ത് ചെയ്യുന്നു കുട്ടികളെ? കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഫുഡ് റിസോഴ്സ് ആവശ്യമായ സാഹചര്യവുമുണ്ട്. ശരിയല്ലേ? പോപ്പുലേഷൻ കൂടുമ്പോൾ ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ കൂടുന്നു, ഡിമാൻഡ്സ് കൂടുന്നു. ഡിമാൻഡ് ഫോർ ഫുഡ്, ഡിമാൻഡ് ഫോർ ഹൗസിങ്, ക്ലോത്തിങ്, മെയ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് റിസോഴ്സ് കൂട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് അല്ലേ? ഇവർക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ ഭക്ഷണം ആവശ്യമുണ്ട്. സോ ഫുഡ് റിസോഴ്സും ഇൻക്രീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫുഡ് റിസോഴ്സ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രികൾച്ചർ കൂട്ടണം എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ അഗ്രികൾച്ചർ കൂട്ടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ കൃഷി ചെയ്തോളൂ, പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ എൻവിറോൺമെന്റിന് യാതൊരുവിധ ദോഷവും ഇല്ലാത്ത തരത്തിലുള്ള കൃഷി രീതി അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സുകൾ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് നാച്ചുറൽ റിസോഴ്സ് ഉള്ളത് അല്ലേ? മനുഷ്യർക്ക് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ തന്നെയാണ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ ഉള്ളത്. സോ എല്ലാ തരത്തിലുള്ള വാട്ടർ ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, ഇതൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് ഉള്ളത്. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ തന്നെയാണ്, മനുഷ്യർക്കും അത് ഉപയോഗിക്കാം. പക്ഷേ മനുഷ്യൻ സ്വാർത്ഥരായി ചിന്തിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ ഈ നാച്ചുറൽ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നതിന് പകരം അവർ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അത് വലിയൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യന് നീഡ് അത് ഓക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു നീഡ് ഓക്കെയാണ്. ഈ നീഡ്, മനുഷ്യൻ്റെ ഈ ആവശ്യകത എന്നുള്ളത്, ഈ നീഡ് എന്നുള്ളത് ഒരു ഗ്രീഡായി മാറിക്കഴിഞ്ഞാൽ, അത്യാഗ്രഹമായി മാറിക്കഴിഞ്ഞാൽ അവർ ഈ പ്രകൃതി വിഭവങ്ങളെ അവർ ചൂഷണം ചെയ്യുന്നു, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറ മനുഷ്യനുണ്ട്, ഫ്യൂച്ചർ ജനറേഷൻ. ആ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് നാച്ചുറൽ റിസോഴ്സ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ആ അഗ്രികൾച്ചർ ടെക്നോളജിയിൽ നാച്ചുറൽ റിസോഴ്സിനെ വളരെ മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കുക, അതായത് അതിനെ നാശം വരുത്താത്ത രീതിയിൽ, ഡിപ്ലീഷൻ വരാത്ത രീതിയിൽ, ഫ്യൂച്ചർ ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ അല്ലേ? നാച്ചുറൽ റിസോഴ്സ് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൃഷി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സെറിയൽസ് ഉണ്ട്, ധാന്യങ്ങളാണ്. അതിൽ തന്നെ വീറ്റ്, റൈസ്, മെയ്സ്, മില്ലറ്റ്, സോർഗം, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡാണ്. മീൻസ് കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഫുഡാണ്. ഇത് കഴിക്കുമ്പോൾ എനർജിയാണ് നമുക്ക് ലഭിക്കുക. സോ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ എക്സാമ്പിളായിട്ട് മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തതായി പൾസസ് ആണ്, പയറുവർഗ്ഗങ്ങളാണ്. ഗ്രാം, ചൈനക്കടല, പി, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, പീജിയൻ പി, ലെൻറ്റിൽ, ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സാണ്.
നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യുന്ന, ബോഡി ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്ന പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ് റിസോഴ്സസ് ആണ് മുകളിൽ പറഞ്ഞ എല്ലാത്തരം പയറ് വർഗ്ഗങ്ങളും. പിന്നീട് അടുത്തതായി പറയുന്നത് ഓയിൽ സീഡ്സ് ആണ്, എണ്ണക്കുരുക്കളാണ്. സോയാബീന്, ഗ്രൗണ്ട് നട്ട്, സിസാം, കാസ്റ്റർ, മസ്റ്റാർഡ്, ലിൻസീഡ്, സൺഫ്ലവർ ഇതൊക്കെ ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സോഴ്സ് ആണ്. ഇനി അടുത്തതായി പറയുന്നത് വെജിറ്റബിൾസ്, സ്പൈസസ്, ഫ്രൂട്ട്സ് പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. വിറ്റാമിനും മിനറൽസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ. അപ്പോൾ ഇൻ അഡീഷൻ ടു സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റ് ചെറിയ അളവിൽ ഈ വെജിറ്റബിൾസിലൊക്കെ ഉണ്ട്. അത് കൂടാതെ കൂടിയ പങ്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് തരുന്നത് എന്താണ്? വിറ്റാമിൻസും മിനറൽസുമാണെന്നാണ് ആ ഒരു സെന്റൻസ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. MCQ ആയിട്ടും അതല്ലാതെയും ചോദിക്കുന്ന ചോദ്യമാണ് ഫോഡർ ക്രോപ്പ്. കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് ഫോഡർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ. ഇൻ അഡീഷൻ ടു ദീസ് ഫുഡ് ക്രോപ്സ്, ഫോഡർ ക്രോപ്സ് ലൈക്ക് ബർസീം, ഓട്സ്, സുഡാൻ ഗ്രാസ് ആർ റേസ്ഡ് ആസ് ഫുഡ് ഫോർ ദി ലൈഫ് സ്റ്റോക്ക്. കന്നുകാലികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന ഫോഡർ ക്രോപ്പാണ് ബർസീമും സുഡാൻ ഗ്രാസും. ഇതൊന്നും ഓർത്ത് വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള പോയിന്റാണ്. ഇനി മറ്റൊരു ടേം പരിചയപ്പെടുത്തട്ടെ, ഫോട്ടോ പീരീഡ്. ഫോട്ടോ പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ, ഈ പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ടൈമിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡ്യൂറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ടൈമിനെ അല്ലെങ്കിൽ ഡ്യൂറേഷനെയാണ് സൂചിപ്പിക്കുക. ഫോട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം, ലൈറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെടി ആ ചെടിയുടെ മാക്സിമം ഗ്രോത്തിലേക്ക് കൃത്യമായ വളർച്ച കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടാവാൻ, ഫ്ലവറിങ് നടക്കുന്നതിനും വേണ്ടി ആവശ്യമായ സൺലൈറ്റ്, എത്രത്തോളം സമയം സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആവണം പ്രോപ്പർ ഗ്രോത്തും ഫ്ലവറിങ്ങും ഉണ്ടാവാൻ, ആ പീരീഡിനെയാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുക. ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ടു സൺലൈറ്റ് റിക്വയർഡ് ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഫ്ലവറിങ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിഫറെൻറ്റ് സീസൺസ് ആൻഡ് ഡിഫറെൻറ്റ് ക്രോപ്പ്. ആദ്യം തന്നെ മഴക്കാലത്തെ ആശ്രയിച്ചുകൊണ്ട് റെയിനി സീസൺ, ധാരാളം മഴ ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്. മഴക്കാലത്ത് വളരുന്ന ക്രോപ്പിനെ കാരിഫ് ക്രോപ്പ് എന്നും ആ സീസണിനെ കാരിഫ് സീസൺ എന്നും പറയും. ഇന്ത്യയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ, മഴ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ മഴ ജൂൺ തീയതി അല്ലേ, ജൂൺ മാസത്തിൽ കേരള തീരത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നു, മഴ ലഭ്യമാകുന്നു. അവിടെ മുതൽ ഇങ്ങനെ മഴ നമ്മുടെ ഓരോ ഭാഗങ്ങളിൽ ലഭ്യമാകുകയാണ്. അപ്പോൾ ആ സമയത്ത് സോവ് ചെയ്യാൻ വേണ്ടി, ആ സമയത്ത് വിത്ത് വിതയ്ക്കാൻ വേണ്ടി അനുയോജ്യമായത് ഈ കാരിഫ് ക്രോപ്പാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ജൂണിൽ തുടങ്ങുന്നു, ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ ഹാർവസ്റ്റിങ്, അത് കൊയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ജൂൺ ടു ഒക്ടോബർ ആണ് കാരിഫ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മറ്റു ചില ക്രോപ്പുകളുണ്ട്, തണുപ്പ് ആവശ്യമുള്ളതാണ്. വിന്റർ ക്രോപ്സ് ആണ്. വിന്റർ സീസണിൽ വളർത്തിയെടുക്കുന്ന, കൃഷി ചെയ്തെടുക്കുന്ന ക്രോപ്പിനെ റാബി ക്രോപ്പ് എന്നാണ് പറയുക, റാബി. അപ്പോൾ തണുപ്പ് എന്ന് പറയുമ്പോൾ നവംബറൊക്കെ ആകുമ്പോൾ തണുപ്പ് വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് വിതക്കുകയും ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ കൊയ്യുകയും ചെയ്യുന്നു, ഹാർവസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് മറ്റു ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് കാരിഫിൻ്റെ കേസിൽ പാഡി, നെല്ലാണ്, സോയാബീന്, പീജിയൻ പീ, മെയ്സ്, കോട്ടൺ, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം ഇതൊക്കെ കാരിഫ് ക്രോപ്പുകളാണ്. എന്നാൽ ഗോതമ്പ്, വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ്, ലിൻസീഡ് ഇതൊക്കെ റാബി ക്രോപ്പാണ്. ഇനി ഇത് കൂടാതെ ഒരു സെയ്ദ് ക്രോപ്പ് ഉണ്ട്, സമ്മർ ക്രോപ്പാണ്, വേനൽക്കാലത്ത് വളരുന്ന ക്രോപ്പാണ് സെയ്ദ് ക്രോപ്പ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ആ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. റെഡി.
1952 1952 മുതൽ 2010 വരെയുള്ള കാലയളവ്, ആ ഒരു ടൈം പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 4 times ഫുഡ് ഗ്രെയിനിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇഫ് യു ആർ കൺസിഡറിങ് എ ടൈം സ്പാൻ ഫ്രം 1952 to 2010, 1952 മുതൽ 2010 വരെയുള്ള സമയം കൺസിഡർ ചെയ്യുമ്പോൾ 4 times ഫുഡ് ഗ്രെയിനിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചു. പക്ഷേ ലാൻഡ്, കൾട്ടിവബിൾ ലാൻഡ് 25% മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. നമുക്കറിയാം ഇന്ത്യയുടെ ബൗണ്ടറി ഫിക്സഡ് ആണ്. നമുക്ക് ഇന്ത്യയുടെ ബൗണ്ടറി ഭേദിച്ച് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് എന്തായാലും കൃഷി ചെയ്യാൻ സാധിക്കില്ല. എക്സിസ്റ്റ് ചെയ്യുന്ന ലാൻഡിൽ തന്നെ കൃഷി ചെയ്യണം. അപ്പോൾ ഡിഫോറസ്റ്റേഷൻ ഒരു ഓപ്ഷൻ ആണെങ്കിലും ഈ ഡിഫോറസ്റ്റേഷനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ ഡിപ്ലീറ്റ് ചെയ്യണം, സസ്റ്റൈനബിൾ അല്ല. പക്ഷേ ഇവിടെ സസ്റ്റൈനബിൾ ആയി തന്നെ 25% മാത്രം കൾട്ടിവബിൾ ലാൻഡ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് 4 മടങ്ങ് ഗ്രെയിൻ പ്രൊഡക്ഷൻ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ്. അതിന് ഗ്രീൻ റവല്യൂഷൻ പോലുള്ള പദ്ധതികൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ ഫുഡ് ഗ്രെയിനിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ വർദ്ധിക്കുന്നതിന്. മാനുവറും ഫെർട്ടിലൈസേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ മെഷീനറീസിന്റെ സഹായം കൊണ്ട് നമ്മൾ ഫുഡ് ഗ്രെയിനിന്റെ പ്രൊഡക്ഷൻ നമ്മൾ വർദ്ധിപ്പിച്ചു. അങ്ങനെ ജനങ്ങളുടെ ആവശ്യകത നമ്മൾ നിറവേറ്റാൻ സാധിച്ചു. പട്ടിണി മരണങ്ങൾ കുറക്കുന്നതിനും അത് സഹായകരമായിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ സഹായിച്ച മറ്റു ഫാക്ടേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ചോയ്സ് ഓഫ് സീഡ്സ്. നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന സീഡ് ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള സീഡ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ ആ സീഡ്സ് വളരെ ക്വാളിറ്റിയുള്ള സീഡ്സ് ആണ്. ആ സീഡ്സ് മുളച്ചുകൊണ്ടുണ്ടായ ചെടിയിൽ നിന്ന് ധാരാളം ധാന്യങ്ങൾ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിത്ത് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ വിത്ത് മുളച്ചുണ്ടായ ക്രോപ്പ് പ്ലാന്റിനെ കൃത്യമായി നർച്ചർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള വളം ഇട്ട് കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇറിഗേഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രം പോരാ, നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം പ്രൊട്ടക്ഷനാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടികൾക്ക് കുറേ ഭീഷണികളുണ്ട്. ഇൻസെക്റ്റ്, പെസ്റ്റ്, അല്ലേ? പിന്നെ ആ ചെടിയുടെ കൂടെ വളരുന്ന വീഡ്സ്, ഇതിനെയൊക്കെ നമ്മൾ കൃത്യമായി റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്രെയിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യും. ഈ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുമ്പോഴും ആ ഗ്രെയിൻസിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെഷേഴ്സ് സ്വീകരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഒരു മികച്ച രീതിയിൽ വിളവെടുപ്പ് ഉണ്ടാവാൻ, ഹാർവെസ്റ്റിംഗ് നടത്താൻ, ഹൈ ഈൽഡ് ലഭിക്കാൻ, ആസ് എ ഫാർമർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഇത് തന്നെയാണ്. ഈ 3 പോയിന്റ്: ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ് ചെയ്യുക, ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുക, ക്രോപ്പ് പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ്. ക്രോപ്പ് വെറൈറ്റിയെ ഇംപ്രൂവ് ചെയ്യിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അങ്ങനെ ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് ക്രോപ്പ് നമുക്ക് ലഭിച്ചാൽ ആ ക്രോപ്പിനെ എന്ത് വില കൊടുത്തും നമ്മൾ അതിനെ കൃത്യമായി ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണം. വെള്ളം വേണ്ടി വരും, മെനുവർ വേണ്ടി വരും, വളമൊക്കെ വേണ്ടി വരും, അതൊക്കെ കൊടുക്കണം. പിന്നെ ക്രോപ്പിനെ പ്രൊട്ടക്ഷനും കൂടി ചെയ്യണം. വീഡ്സിൽ നിന്നും, പെസ്റ്റിൽ നിന്നും, ഡിസീസസിൽ നിന്നൊക്കെ ഈ ചെടിയെ നമ്മൾ സുരക്ഷിതരാക്കണം. അതിലാദ്യം നമ്മൾ പഠിക്കേണ്ടത് ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ പ്രധാനമായും ചെയ്യാം. ഒന്ന് ഹൈബ്രിഡൈസേഷൻ ആണ്, മറ്റൊന്ന് ഇൻട്രൊഡ്യൂസിങ് എ ജീൻ. ഒരു ഡിസയേർഡ് ജീനിനെ നമ്മൾ ഒരു ചെടിയിൽ കൊണ്ടുവരികയാണ്. മറ്റൊരു ചെടിയുടെ ഡിസൈഡ് ആയിട്ടുള്ള ജീൻ
DNA സെഗ്മെന്റുകളെയാണ് ജീൻ എന്ന് പറയാം. ആ ജീനിനെ നമുക്ക് ആവശ്യമുള്ള ചെടിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ മറ്റേ ചെടിയിലെ ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഈ ചെടിയിൽ ഇൻഡ്യൂസ് ചെയ്യിക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചെടികളെ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്ന് നമ്മൾ പറയുന്നു. എന്ത് പറയുന്നു? ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. അപ്പൊ രണ്ട് രീതി, ഒന്ന് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. രണ്ട് ചെടികളുണ്ട് എന്ന് വിചാരിക്കാം. എൻ്റെ തോട്ടത്തിൽ ഒരുപാട് ചെടികളുണ്ട്. അതിൽ സുപ്പീരിയർ ആയിട്ടുള്ള രണ്ട് ചെടികളെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ചെടിയുടെ പ്രത്യേകത ഡിസീസ് റെസിസ്റ്റിവിറ്റി വളരെയധികം കൂടുതലാണ്. ക്ലിയർ? പ്രൊഡക്ഷൻ കുറവാണെങ്കിലും ഈൽഡിങ് കുറവാണെങ്കിലും ഫസ്റ്റ് പ്ലാന്റിന്റെ ഡിസീസ് റെസിസ്റ്റിവിറ്റി മാക്സിമം. രണ്ടാമത്തെ ചെടിയുടെ പ്രത്യേകത ഈൽഡ് വളരെ കൂടുതലാണ്, ബട്ട് ഡിസീസ് റെസിസ്റ്റിവിറ്റി വീക്കറാണ്. സോ രണ്ട് പ്ലാന്റിന്റെ പെർസ്പെക്റ്റീവ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഫസ്റ്റ് പ്ലാന്റിന്റെ ഡിസയേർഡ് ട്രേറ്റ് ഡിസീസ് റെസിസ്റ്റിവിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. സെക്കൻഡ് പ്ലാന്റിന്റെ ഡിസൈഡ് ട്രേറ്റ് ഈൽഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റിന്റെയും ഡിസൈഡ് ട്രേറ്റ് നമ്മൾ ഒരു ചെടിയിൽ കൊണ്ടുവരണമെന്ന് ഏതൊരു ഫാർമറും ആഗ്രഹിക്കും, അല്ലേ? പുതിയൊരു ചെടി ഉണ്ടാവണമെങ്കിൽ പുതിയൊരു ചെടി ഉണ്ടാവുകയാണെങ്കിൽ ആ ചെടിക്ക് ഈ രണ്ട് ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതായത് ഒന്നാമത്തെ ചെടിയുടെ ഡിസീസ് റെസിസ്റ്റിവിറ്റി എന്ന പ്രോപ്പർട്ടിയും രണ്ടാമത്തെ ചെടിയുടെ ഹൈ ഈൽഡിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ചെടിയിൽ ഈ രണ്ട് ക്യാരക്ടറും ഉണ്ടെങ്കിൽ ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ കർഷകൻ ചൂസ് ചെയ്യാൻ പോകുന്ന ക്രോപ്പ് അങ്ങനെയുള്ള ക്രോപ്പിനെ ആയിരിക്കും, മാക്സിമം ലാഭം ലഭിക്കണമെങ്കിൽ. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ രണ്ട് ചെടികളെ പരസ്പരം ക്രോസ് പോളിനേറ്റ് ചെയ്യിക്കുന്നു. ഒരു ചെടിയുടെ പോളൻ ഗ്രെയിന് മറ്റൊരു ചെടിയിലേക്ക് പൂവിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട പല പാരാമീറ്റേഴ്സും ഉണ്ട്. അങ്ങനെ വിത്തുണ്ടാക്കുന്നു. ആ വിത്ത് മുളപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാകുന്ന ചെടിക്ക് രണ്ട് ക്യാരക്ടേഴ്സും ഒരുമിച്ചുള്ള ചെടികൾ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്നാലും ഉണ്ടാവാനുള്ള ഒരു പ്രോബിലിറ്റി നമ്മളവിടെ കാണുന്നു. അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് ജെനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ്, രണ്ട് ജെനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ എടുക്കുന്നത്. ഒരാൾക്ക് ഡിസീസ് റെസിസ്റ്റിവിറ്റി ആണ് കൂടുതൽ, മറ്റേ ആൾക്ക് ഈൽഡാണ് കൂടുതൽ. സോ ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റുകളെ എടുക്കണം, ശ്രദ്ധിക്കാം. ജെനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റിനെ ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് വെറൈറ്റികൾക്കിടയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്റർ വെറൈറ്റൽ എന്നും, രണ്ട് സ്പീഷീസിനിടയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്റർ സ്പെസിഫിക് എന്നും, ഇനി രണ്ട് ജീനുകൾക്കിടയിൽ ജനേറിക്കിടയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്റർ ജനേറിക് എന്നും പറയുന്നു. ഇത് എന്താ പറയുക, കറക്റ്റ് ഇഫ് എനി മിസ്റ്റേക്ക് ഇൻ ദി അണ്ടർലൈൻഡ് പാർട്ട്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ട് വെറൈറ്റികൾക്കിടയിൽ ചെയ്യുന്ന ക്രോസിംഗ് ഇന്റർ ജനറിക് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്റർ ജനറിക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, റോങ് ആണ്. രണ്ട് വെറൈറ്റിക്ക് ഇടയിലാണെങ്കിൽ ഇന്റർ വെറൈറ്റലാണ്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ കാണാറുണ്ട്, അത് നോക്കണം. പിന്നെ മറ്റൊന്നാണ് ഇൻട്രൊഡ്യൂസിങ് എ ജീൻ. ഒരു ജീനിനെ ഡിസയേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരു പ്ലാന്റിലെ ജീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീനിനെ നമ്മുടെ പ്ലാന്റിന്റെ DNA ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. ഇപ്പൊ DNA മാറ്റം വരുത്താണ്. നമ്മളെ ചെടിയുടെ DNA മാറ്റം വരുത്തി നമ്മൾ പുതിയൊരു ജീനിനെ അവിടെ കൊണ്ടുവന്ന് ആ ചെടിയിൽ ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ക്രോപ്പിനെ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്നാ പറയാം. അപ്പൊ ക്രോപ്പാണോ വെച്ചാൽ ക്രോപ്പാണ്. ആ ക്രോപ്പിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തിലാണ്? ജീനിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. DNA ജീനിൽ നമ്മൾ മാറ്റം വരുത്തി പുതിയൊരു ജീനിനെ ആ ചെടിയിൽ കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ അതിൽ ഉണ്ടാക്കി എടുത്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? റെഡിയല്ലേ? റെഡി സെറ്റ് അല്ലേ? അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രൊഡ്യൂസിങ് എ ജീൻ ദാറ്റ് വുഡ് പ്രൊവൈഡ് ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് ദിസ് റിസൾട്ട് ഇൻ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്നാണ് പറയാം.
ഫോർ ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പ് ടു ബി ആക്സെപ്റ്റഡ്. നമുക്കൊരു പുതിയ വെറൈറ്റി ഓഫ് ക്രോപ്പ് അങ്ങനെ ലഭിച്ചു എന്ന് വിചാരിക്കാം. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വഴിയോ നമുക്കൊരു പുതിയ ക്രോപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ക്രോപ്പിന് ഉണ്ടാവേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് വെറൈറ്റി പ്രൊഡ്യൂസ് ഹൈ ഈൽഡ്. നല്ല ഈൽഡ് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അണ്ടർ ഡിഫറൻറ്റ് കണ്ടീഷൻസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഡിഫറൻറ്റ് ഏരിയാസ്. നമ്മൾ ഒരു വിത്തിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓക്കെ, പിന്നെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തോ അതല്ലാതെ ഹൈബ്രിഡൈസേഷനിലൂടെ നമ്മളൊരു ക്രോപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്രോപ്പ് നല്ല ഈൽഡ് എവിടെ നട്ടാലും കിട്ടണം. ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണത് ഉണ്ടാക്കുന്നതെങ്കിൽ കോഴിക്കോടും ഈ ഒരു പരിസരത്ത് മാത്രം വളരുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ മാത്രം വളരുന്ന തരത്തിലുള്ള ക്രോപ്പായി ആവാൻ പാടില്ല. ആ വിത്തിനെ എനിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നടാനും സാധിക്കണം. ഫാർമേഴ്സ് വുഡ് നീഡ് ടു പ്രൊവൈഡ് വിത്ത് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഓഫ് particular variety, that is the seeds that should be of same variety and germinate under the same condition. അപ്പോൾ ഒരുപാട് വിത്തുകൾ ഉണ്ടെങ്കിൽ എല്ലാ വിത്തുകളും ഒരുമിച്ച് ജെർമിനേറ്റ് ചെയ്യുന്ന ഒരേ കണ്ടീഷൻസ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യണം? ജെർമിനേറ്റ് ചെയ്യണം, മുളക്കണം. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുളക്കുക എന്നുള്ളതാണ്. കൾട്ടിവേഷൻ പ്രാക്ടീസസ് ക്രോപ്പ് ഈൽഡ് ആർ റിലേറ്റഡ് ടു. അതായത് നമ്മുടെ കൃഷി ചെയ്യുന്ന പ്രാക്ടീസ്, കൾട്ടിവേഷൻ പ്രാക്ടീസും ഈ ക്രോപ്പിൻ്റെ ഈൽഡും എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്? വെതർ, ഒരു ഏരിയയിലെ ഒരു സമയത്തുള്ള വെതർ കണ്ടീഷൻ, സോയിലിൻ്റെ ക്വാളിറ്റി, അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. സിൻസ് വെതർ കണ്ടീഷൻ സച്ച് എസ് ഡ്രോട്ട്, വരൾച്ച, ഫ്ലഡ്, വെള്ളപ്പൊക്കം, ഇതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? വരൾച്ച ഉണ്ടാവുമോ, വെള്ളപ്പൊക്കം ഉണ്ടാവുമോ, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലും വളരുന്ന തരത്തിലുള്ള വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. വെറൈറ്റീസ് ദാറ്റ് ക്യാൻ ബി ഗ്രോൺ ഇൻ ഡൈവേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. ഏത് എക്സ്ട്രീമിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വന്നാലും, കൊടും ചൂടായിക്കോട്ടെ, കൊടും തണുപ്പായിക്കോട്ടെ, വരൾച്ച ആയിക്കോട്ടെ, എന്ത് തരം പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള വെറൈറ്റികളാണ് ആക്സെപ്റ്റബിൾ. ദേ ആർ യൂസ്ഫുൾ. സിമിലർലി വെറൈറ്റീസ് ടോളറൻറ്റ് ടു ഹൈ സോയിൽ സലൈനിറ്റി. സലൈനിറ്റി എന്ന് പറഞ്ഞാൽ ഉപ്പ്, അല്ലേ? ഉപ്പിനെ ടോളറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചെടികൾ, ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചെടികൾ സാധാരണഗതിയിൽ വളരാറില്ല. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ വെറൈറ്റി ഈ സോയിലിലെ സലൈനിറ്റിയെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള ചെടികളായിരിക്കണം. ഹാവ് ബീൻ ഡെവലപ്ഡ്. സം ഓഫ് ദ ഫാക്ടേഴ്സ് ഫോർ വിച്ച് വെറൈറ്റി ഇംപ്രൂവ്മെന്റ് ഈസ് ഡൺ ആർ ഹയർ ഈൽഡ്. നമ്മൾ പറഞ്ഞു മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടണം പെർ ഏക്കർ. ഓക്കെ, ഒരു ഏക്കർ ഭൂമിയിൽ നടുന്ന ചെടികൾക്ക് മാക്സിമം എത്ര ഈൽഡ് കിട്ടുമോ അത്രയും ഈൽഡ് പ്രൊഡക്ടിവിറ്റി കിട്ടണം. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോപ്പ് ടു ക്രോപ്പ് ക്വാളിറ്റി മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ വീറ്റിൻ്റെ കേസ് ആണെങ്കിൽ, വീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ബ്രെഡും ഒക്കെ മാനുഫാക്ചർ ചെയ്യും. അപ്പോൾ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന സാധനമാണ്. സോ വീറ്റിൻ്റെ കേസിൽ ബേക്കിംഗ് ക്വാളിറ്റിയാണ് അവരുടെ ഡിസൈഡ് ക്വാളിറ്റി. ഇനി പൾസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡാണ്. സോ പ്രോട്ടീൻ ക്വാളിറ്റിയാണ് അവിടുത്തെ ഡിസൈഡ് ക്വാളിറ്റി. അപ്പോൾ ഓരോ ചെടിയുടെ ക്വാളിറ്റിയും ആ ക്രോപ്പിൻ്റെ പർപ്പസ് എന്താണോ അതനുസരിച്ച് അതിൻ്റെ ഡിസൈഡ് ക്വാളിറ്റിയും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഓയിൽ സീഡ്സ് ആണെങ്കിൽ ഹൈ ക്വാളിറ്റി ഓഫ് ഓയിൽ, അല്ലേ? ആ ഓയിലിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രിസർവിങ് ക്വാളിറ്റിയാണ് ഫ്രൂട്ടിൻ്റെ, വെജിറ്റബിൾ. പെട്ടെന്ന് പെരിഷബിൾ ഗുഡ്സ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ പെരിഷബിൾ ഗുഡ്സ്. വളരെ പെട്ടെന്ന് മോശമായി പോകുന്നതാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. കുറച്ച് ഏറെ സമയം അത് കേടുകൂടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഡിസൈഡ് ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഡിസൈഡ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്നാണ് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ബയോട്ടിക് ആൻഡ് എബയോട്ടിക് റെസിസ്റ്റൻസ്. ബയോട്ടിക് എന്ന് പറയുമ്പോൾ ഡിസീസിനെ, ഇൻസെക്റ്റിനെ, വേംസ്, നെമറ്റോഡ്സിനെ ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അബയോട്ടിക് എന്ന് പറയുമ്പോൾ വരൾച്ച, ഡ്രോട്ട്, സലൈനിറ്റി, ഉപ്പിൻ്റെ അംശം, വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, വാട്ടർ ലോഗിങ്, ഹീറ്റ്, കോൾഡ്, ഫ്രോസ്റ്റ്, സ്ട്രെസ്സസ്, ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കണം ചെടികൾക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ?
പിന്നെ മെച്യൂരിറ്റി ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്രോപ്പിന്റെ മെച്യൂരിറ്റി ഡ്യൂറേഷൻ ഷോർട്ടർ ആണെന്ന് വിചാരിക്കാം. ഷോർട്ടർ ആണെങ്കിൽ ഒരു വർഷം നമുക്ക് ഒന്ന് മാത്രമല്ല 2 3 തവണ ആ സെയിം ഇതിനെ നമുക്ക് കൃഷി ചെയ്താൽ മൾട്ടിപ്പിൾ റൗണ്ട് കൃഷി ചെയ്ത് മാക്സിമം ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഷോർട്ടർ ദി ഡ്യൂറേഷൻ ഓഫ് ദ ക്രോപ്പ് ഫ്രം സോവിങ് ടു ഹാർവെസ്റ്റിംഗ്, വിതച്ചത് മുതൽ കൊയ്യുന്നത് വരെയുള്ള ഡ്യൂറേഷൻ ഷോർട്ട് ആണെങ്കിൽ ദ മോർ എക്കണോമിക്കൽ ഈസ് ദ വെറൈറ്റി. കൂടുതൽ എക്കണോമിക്കൽ വെച്ചാൽ സാമ്പത്തികം അല്ലെ, കൂടുതൽ മണി നമുക്ക് അതിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റും. സച്ച് ഷോർട്ട് ഡ്യൂറേഷൻ അലോ ഫാർമർ ടു ഗ്രോ മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ക്രോപ്പ്. കണ്ട, ഒരുപാട് തവണ നമുക്ക് ഇതേ ക്രോപ്പ് തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കാം. ഷോർട്ടർ ഡ്യൂറേഷൻ ഓൾസോ റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. യൂണിഫോം മെച്യൂരിറ്റി മേക്ക് ദി ഹാർവെസ്റ്റിംഗ് പ്രോസസ് ഈസി ആൻഡ് റെഡ്യൂസസ് ലോസ് ഡ്യൂറിങ് ഹാർവെസ്റ്റിംഗ്. യൂണിഫോം ആയിട്ട് എല്ലാ ചെടിയും ഒരുമിച്ച് മെച്ചുവേർഡ് ആകുമ്പോൾ ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നഷ്ടം മാക്സിമം കുറക്കാനും സഹായകരമാവുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വൈഡർ അഡാപ്റ്റബിലിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ വൈഡർ അഡാപ്റ്റബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഏത് റീജിയൻസിലും വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള വെറൈറ്റി. ഡെവലപ്പിംഗ് വെറൈറ്റി ഫോർ വൈഡർ അഡാപ്റ്റബിലിറ്റി വിൽ ഹെൽപ്പ് ഇൻ സ്റ്റെബിലൈസിംഗ് ദ ക്രോപ്പ് പ്രൊഡക്ഷൻ അണ്ടർ ഡിഫറെൻറ്റ് എൻവിറോൺമെന്റൽ കണ്ടീഷൻ. ഓരോ ഏരിയയിലെയും എൻവിറോൺമെന്റൽ കണ്ടീഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ക്രോപ്പിന് വ്യത്യസ്ത എൻവിറോൺമെന്റൽ കണ്ടീഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ക്രോപ്പ് വൈഡർ ആക്സെപ്റ്റൻസ് കിട്ടുകയും പല ഭാഗങ്ങളിൽ വളരാൻ സാധിക്കുകയും ചെയ്യുന്നു. വൺ വെറൈറ്റി ക്യാൻ ദെൻ ബി ഗ്രോൺ അണ്ടർ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. പല ഏരിയാസിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ദെൻ ഡിസൈഡ് അഗ്രോണമിക് ക്യാരക്ടർ. അതും നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി, ബേക്കിംഗ് ക്വാളിറ്റി നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ചെടിക്കും ഓരോ ക്വാളിറ്റി. അതുപോലെ അഗ്രോണമിക് ക്വാളിറ്റിയും ഓരോ ചെടിക്കും ഓരോന്നാണ്. ഉദാഹരണം, ഫോഡർ ക്രോപ്പായ ഈ ബർസീം പോലുള്ള ഫോഡർ ക്രോപ്പിന്റെ ഡിസൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടോൾനെസ് ആണ്, പ്രൊഫ്യൂസ് ബ്രാഞ്ചിങ്. നല്ല ബ്രാഞ്ചിങ്ങും ടോൾനെസ് ഉണ്ടെങ്കിൽ കൂടുതൽ പശുക്കൾക്ക് അത് കൊടുക്കാൻ സാധിക്കും, കാരണം ഫോഡർ ക്രോപ്പാണല്ലോ. എന്നാൽ ഈ വീറ്റ് പോലുള്ള സെറിയൽസിന്റെ കേസിൽ ഡ്വാർഫ്നെസ് ആണ് അവരുടെ ഡിസൈഡ് ക്വാളിറ്റി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കൊയ്തെടുത്ത് നമുക്ക് ഹാർവെസ്റ്റിംഗ് ചെയ്ത് എന്താ പറയുക ത്രഷിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെറിയൽസിനെ സംബന്ധിച്ചിടത്തോളം ഡ്വാർഫ്നെസ് ആണ് ഡിസൈഡ് ക്വാളിറ്റി. സോ ദാറ്റ് ലെസ് ന്യൂട്രിയൻസ് ആർ കൺസ്യൂംഡ് ബൈ ദീസ് ക്രോപ്പ്. അപ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി, കാരണം ഡ്വാർഫ് ആണല്ലോ. ദസ് ഡെവലപ്പിംഗ് വെറൈറ്റീസ് ഓഫ് ഡിസൈഡ് അഗ്രോണമിക് ക്യാരക്ടർ ഹെൽപ്പ് ഗീവ് ഹയർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. ഇന്ത്യ അഗ്രികൾച്ചർ ബേസ്ഡ് കൺട്രി ആണെന്നും ഇന്ത്യയിൽ വ്യത്യസ്ത തരം ഫാർമേഴ്സ് ഉണ്ടെന്നും സ്മോൾ മുതൽ വെരി ലാർജ് ഫാംസ് ഓൺ ചെയ്യുന്ന ഫാർമേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ചില ഫാർമേഴ്സിന് ലാൻഡ് പോലും ഇല്ലാത്ത സാഹചര്യം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഡിഫറെൻറ്റ് ഫാർമേഴ്സ് ദസ് ഹാവ് മോർ ഓർ ലെസ് ലാൻഡ്, മണി ആൻഡ് ആക്സസ് ടു ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി. ഓരോ ഫാർമേഴ്സും വ്യത്യസ്തരാണ്. ചില ഫാർമേഴ്സ് റിച്ച് ആകുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ആക്സസ് ഉണ്ട്, മണിയുണ്ട്, ഇൻഫോർമേഷൻസ് ഉണ്ട്, ലാൻഡ് ഉണ്ട്. എന്നാൽ ചെറുകിട ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മണി കുറവായിരിക്കും, ലാൻഡ് ചിലപ്പോൾ മറ്റുള്ളവരുടെ പണയത്തിനെടുത്ത ലാൻഡ് ആയിരിക്കും അല്ലേ, സ്വന്തമായി ലാൻഡ് ഇല്ലാത്തവരുണ്ടാവും, ഇൻഫർമേഷൻസ് കുറവായിരിക്കും അല്ലേ. അപ്പം മണി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. മണി ഓർ ഫിനാൻഷ്യൽ കണ്ടീഷൻ money or financial condition that allow farmers to take up different farming practice and agriculture technology. കൂടുതൽ പൈസയുള്ള ആൾക്കാർ കൂടുതൽ സയന്റിഫിക് ടെക്നോളജി യൂസ് ചെയ്യും, കൂടുതൽ മാനുവറും ഫെർട്ടിലൈസറും ഒക്കെ വാങ്ങിച്ച് കൃഷി ചെയ്യും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ഈൽഡ് ഉണ്ടാവും, കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ഈൽഡും ഇൻപുട്ടും തമ്മിലൊരു റിലേഷൻ അവിടെ പറഞ്ഞു സൂചിപ്പിക്കുന്നുണ്ട്. there is a correlation between higher input and yield. If you are providing higher input, you will get higher yield. If you are providing less input, you will get only less yield. Thus, farmers' purchasing capacity for input decides cropping system production practices. Therefore, production practice can be at different level. No cost production, ഒരു ചെലവുമില്ലാതെയുള്ള പ്രൊഡക്ഷൻ, നോ കോസ്റ്റ്, ലോ കോസ്റ്റ്, ഹൈ കോസ്റ്റ് പ്രൊഡക്ഷൻ പ്രാക്ടീസസ് ഉണ്ട്. ന്യൂട്രിയന്റ് മാനേജ്മെന്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, പരീക്ഷ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചെടികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം എന്ന പോലെ, ഭക്ഷണത്തിലൂടെ നമുക്ക് ന്യൂട്രിയൻ്റ് ലഭിക്കുന്നത് പോലെ തന്നെ ചെടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും കുറച്ച് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്.
എയറിൽ നിന്ന് ലഭ്യമാകുന്ന ന്യൂട്രിയന്റ് കാർബണും ഓക്സിജനുമാണ്. വെള്ളത്തിൽ H2 ആണല്ലോ, വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുന്നു. ഇനി സോയിലിൽ നിന്ന് മൈക്രോ ന്യൂട്രിയന്റും മാക്രോ ന്യൂട്രിയന്റും ലഭിക്കും. ചെടികൾക്ക് ധാരാളമായി വേണ്ട ന്യൂട്രിയന്റ് മാക്രോ ന്യൂട്രിയന്റും കുറച്ചു മതിയാവുന്ന ന്യൂട്രിയന്റ് മൈക്രോ ന്യൂട്രിയന്റുമാണ്. മാക്രോ ന്യൂട്രിയന്റ് പഠിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NPK ആദ്യം പഠിക്കാം. മാക്രോ ആണ്. N നൈട്രജൻ, P ഫോസ്ഫറസ്, K പൊട്ടാസ്യം. പിന്നെ നിങ്ങൾ മഗ്നീഷ്യത്തിലേക്ക് പോവാം. അപ്പോൾ അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. പിന്നെ നിങ്ങൾ മഗ്നീഷ്യത്തിലേക്ക് പോവാം. അപ്പോൾ മഗ്നീഷ്യം വരുന്നത് മാക്രോയിലാണ്. അപ്പം മഗ്നീഷ്യം മാക്രോയിൽ വരുന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത് ഓർമ്മിക്കുക മാംഗനീസ്, അദ്ദേഹം മൈക്രോയിലാണ്. മഗ്നീഷ്യം മാംഗനീസ് ഏകദേശം ഒരുപോലെയല്ലേ കേൾക്കാൻ? ഒന്ന് മഗ്നീഷ്യം, ഒന്ന് മാംഗനീസ്. മഗ്നീഷ്യം മാക്രോ ആണ്, മാംഗനീസ് മൈക്രോ ആണ്. അപ്പോൾ മാംഗനീസ് പഠിക്കുമ്പോൾ അടുത്ത M ഉള്ള ഒരു സാധനം കൂടി പഠിക്കുക മൈക്രോയിൽ, മോളിബ്ഡിനം. റെഡിയല്ലേ? മോളിബ്ഡിനം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലോ. പിന്നെ മാക്രോയിൽ എന്ത് മാത്രമേ ഉള്ളൂ? കാൽസ്യം, സൾഫർ. CS കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് കാൽസ്യം, സൾഫർ. പിന്നെ മൈക്രോയിൽ ബാക്കി വരുന്ന എല്ലാം മൈക്രോ ആണ്. അയേൺ ആയാലും ബോറോൺ ആയാലും സിങ്ക് ആയാലും കോപ്പർ ആയാലും ഒക്കെ എന്താണ്, പിന്നെ ക്ലോറിൻ ആയാലും ഒക്കെ എന്താണ്, മൈക്രോ ആണ്. കാൽസ്യം, സൾഫർ ആണ് എന്ത്, മാക്രോ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രിയന്റിൽ ഏതെങ്കിലും തന്നെ ചെടികൾക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ അതും പറഞ്ഞു കൊള്ളണമല്ലോ. ഡെഫിഷ്യൻസി ഓഫ് ദീസ് ന്യൂട്രിയൻസ്, ഈ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻ്റ് ആയാൽ അഫക്ട് ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് പ്ലാന്റ് ഇൻക്ലൂഡ് റീപ്രൊഡക്ഷൻ, ഗ്രോത്ത്, സസെപ്റ്റബിലിറ്റി ടു ഡിസീസ്. റീപ്രൊഡക്ഷനും ഗ്രോത്തും ഒക്കെ പ്രശ്നത്തിലാവും, രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ടു ഇൻക്രീസ് ദ yield, soil can be enriched by supplying these nutrients in the form of manure and fertilizer. അപ്പോൾ ഒരു സോയിലിൽ ഏതെങ്കിലും ന്യൂട്രിയൻ്റ് കുറവാണെന്നുണ്ടെങ്കിൽ മണ്ണ് പരിശോധിച്ചതിന് ശേഷം നമുക്കത് മനസ്സിലാവും. കർഷകർ ഈ മണ്ണ് പരിശോധിക്കാറുണ്ട് അല്ലേ, ലബോറട്ടറികളിൽ മണ്ണ് പരിശോധിക്കും. മണ്ണിലെ ന്യൂട്രിയൻ്റ് ഏതെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് മാനുവർ അവർ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മാനുവറും ഫെർട്ടിലൈസറും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് സോയിലിലെ ന്യൂട്രിയൻ്റ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. ആദ്യം എന്താണ് മാനുവർ? ജൈവവളമാണ് മാനുവർ. ജൈവവളം ഓർഗാനിക് മാറ്റർ ആണ്. ലാർജ് ക്വാണ്ടിറ്റി ഓർഗാനിക് മാറ്റർ സപ്ലൈ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻറ്റ്. ഓക്കെ, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആനിമൽ എക്സ്ക്രീറ്റ, പ്ലാന്റ് വേസ്റ്റ് ഒക്കെ ഡീകമ്പോസ് ചെയ്തുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഓർഗാനിക് മാറ്ററും ന്യൂട്രിയൻറ്റും ഒക്കെ അല്ലേ ഉള്ളത്. ഇപ്പോൾ സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, ടെക്സ്ചർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, സ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, ഹ്യൂമസ് വർദ്ധിപ്പിക്കും. സാൻഡി സോയിലിൻ്റെ കേസിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടുന്നു. ക്ലേയി സോയിലിൻ്റെ കേസിൽ വാട്ടർ ഡ്രെയിനേജ് അല്ലേ, ഡ്രെയിനേജിനെ ഹെൽപ്പ് ചെയ്യുന്നു, വാട്ടർ ലോഗിങ് കുറക്കാൻ സഹായിക്കുന്നു. ഇതാണ് നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇൻ യൂസിങ് മാനുവർ വി യൂസ് ബയോളജിക്കൽ വേസ്റ്റ് മെറ്റീരിയൽ വിച്ച് ഈസ് അഡ്വാൻറ്റേജിയസ് ഇൻ പ്രൊട്ടക്ടിങ് അവർ എൻവിറോൺമെന്റ് ഫ്രം എക്സസ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ. മാനുവർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫെർട്ടിലൈസർ കെമിക്കൽ ആയതുകൊണ്ട് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട്, പൊല്യൂഷൻ കുറക്കാനും അത് സഹായകരമാവും. യൂസിങ് ബയോളജിക്കൽ വേസ്റ്റ് മെറ്റീരിയൽ ഈസ് ഓൾസോ എ വേ ഓഫ് റീസൈക്ലിംഗ് ഫാം വേസ്റ്റ് ബേസ്ഡ് ഓൺ ദ കൈൻഡ് ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽ യൂസ്ഡ്. മാനുവർ നമുക്ക് ഗ്രീൻ മാനുവർ ഉണ്ട്, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിറ്റ്, ഒരു കുഴിയിൽ നമ്മൾ ഓർഗാനിക് വേസ്റ്റ്, ഫാം വേസ്റ്റ് ഒക്കെ ഇടുകയാണ്. ഈ ചാണകം, ആനിമൽ ലൈവ് സ്റ്റോക്ക് എക്സ്ക്രീറ്റ, വെജിറ്റബിൾ വേസ്റ്റ്, ആനിമൽ റെഫ്യൂസ്, സിവേജ് വേസ്റ്റ്, സ്ട്രോ, ഇറാഡിക്കേറ്റഡ് വീഡ്സ്, ഇതൊക്കെ നമ്മൾ ഇടുകയാണ്. അങ്ങനെ കമ്പോസ്റ്റിംഗ് എന്ന് പറയും. മൈക്രോ ഓർഗാനിസം ഡീകമ്പോസ് ചെയ്യുമ്പോൾ കമ്പോസ്റ്റ് ആവും. അതിലേക്ക് എർത്ത് വാമിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് വെർമി കമ്പോസ്റ്റായി. എർത്ത് വാമിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെർമി കമ്പോസ്റ്റിങ്. ഇനി ഗ്രീൻ മാനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഹെമ്പ് പോലുള്ള ചെടികൾ നമ്മൾ ആദ്യം നമ്മുടെ കൃഷിയിടം നമ്മളൊന്ന് ഉഴുതു മറിച്ചതിന് ശേഷം ഈ ചെടികൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചെടികൾ അവിടെ വളരും. ഇത് വളർന്ന് കുറച്ച് വലുതാവുന്ന സമയത്ത് നമ്മൾ ഈ ചെടിയോട് കൂടി ഉഴുതു മറിക്കും വീണ്ടും. അപ്പോൾ ഈ ചെടികളെല്ലാം എന്ത് ചെയ്യും, ചതഞ്ഞ് ഈ മണ്ണിൽ തന്നെ വീഴും. എന്നിട്ട് ഈ ചെടിയിലെ ന്യൂട്രിയൻ്റ് ഒക്കെ മണ്ണിലേക്ക് വരും. അപ്പോൾ ഇതിനെയാണ് ഗ്രീൻ മാനുവർ എന്ന് പറയുക. പ്രയർ ടു സോവിങ് ഓഫ് ദ സീഡ് ക്രോപ്പ് സീഡ്, സം സീഡ്സ് ലൈക്ക് സൺഹെമ്പ് ഓർ ഗോർ ആർ ഗ്രോൺ ആൻഡ് ദെൻ മൾച്ച്ഡ് ബൈ പ്ലവിങ്. ആദ്യം നമ്മൾ പ്ലവ് ചെയ്തതിന് ശേഷം സോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ.
These green plant then turn into green manure which help in enriching soil nutrients like nitrogen, phosphorus. ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും സോയിൽ. ദെൻ ഫെർട്ടിലൈസർ കെമിക്കൽ ആണെന്ന് ഓർത്തു വെക്കുക. പ്ലാന്റ് ന്യൂട്രിയൻറ്റ് നമുക്ക് കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് ആണ്, ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ധാരാളമായി കണ്ടെയ്ൻ ചെയ്യുന്നു, സ്പെസിഫിക് ന്യൂട്രിയൻസ് കണ്ടെയ്ൻ ചെയ്യുന്നു. യൂസ്ഡ് ടു എൻഷുർ ഗുഡ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഗിവിംഗ് റൈസ് ടു ഹെൽത്തി പ്ലാന്റ്. ഫെർട്ടിലൈസേഴ്സ് ആർ ഫാക്ടർ ഇൻ ദി ഹയർ ഈൽഡ് ഓഫ് ഹൈ കോസ്റ്റ് ഫാർമിംഗ്. പൈസയുള്ള ഫാർമേഴ്സ് പൈസ കൊടുത്ത് ധാരാളം ഫെർട്ടിലൈസർ പർച്ചേസ് ചെയ്യും. ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഈൽഡ് ലഭിക്കും. മാനുവറിനേക്കാൾ ഈൽഡ് ലഭിക്കുക ഫെർട്ടിലൈസറിലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഡോസേജ് വളരെ ശ്രദ്ധിക്കണം. ടൈം, പിന്നെ ഒബ്സർവിങ് പ്രീ ആൻഡ് പോസ്റ്റ് അപ്ലിക്കേഷൻ പ്രിക്വേഷൻ. ബിഫോർ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ കണ്ടീഷൻസ് അനലൈസ് ചെയ്യണം. ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ കണ്ടീഷൻസ് അനലൈസ് ചെയ്യണം. പ്രിക്കോഷൻസ് മുൻകരുതൽ തീർച്ചയായിട്ടും എടുക്കണം. ബിക്കോസ് ദേ ആർ കെമിക്കൽസ്. സംടൈം ഫെർട്ടിലൈസർ ഗെറ്റ് വാഷ്ഡ് അവേ ഡ്യൂ ടു എക്സസീവ് ഇറിഗേഷൻ. ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സംടൈംസ് ഈ കെമിക്കൽ എന്ത് ചെയ്യും, വാഷ് ചെയ്ത് തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്കൊക്കെ പോയി വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യും. ഓൾസോ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ഇൻ ഏരിയ ഡിസ്ട്രോയ് സോയിൽ ഫെർട്ടിലിറ്റി. കണ്ടിന്യൂസ് ആയിട്ട് ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ സോയിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ഓർഗാനിക് മാറ്റർ റീപ്ലനിഷ്ഡ് ആവില്ല. മൈക്രോ ഓർഗാൻസ് ഒക്കെ ചത്തുപോകും കേട്ടോ. ഫെർട്ടിലൈസർ കെമിക്കൽ ആയതുകൊണ്ട് എർത്ത് പോകുമ്പോൾ മൈക്രോ ഓർഗാൻസ് ഒക്കെ ചത്തുപോകും. സോ സോയിലിലെ നാച്ചുറൽ ഫെർട്ടിലിറ്റി വർദ്ധിക്കില്ല, ഹ്യൂമസ് കുറഞ്ഞു പോകും. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ചാൽ കെമിക്കൽസ് അതിൻ്റെ ഉപയോഗം മിനിമലൈസ് ചെയ്യണം, അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കാൻ പാടില്ല. വിത്ത് മിനിമൽ ഓർ നോ യൂസ് ഓഫ് കെമിക്കൽസ്. കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷിനെയാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയാം. ഫെർട്ടിലൈസേഴ്സോ ഹെർബിസൈഡോ പെസ്റ്റിസൈഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. മാക്സിമം ഇമ്പോർട്ട് ഓഫ് ഓർഗാനിക് മാനുവർ. ഓർഗാനിക് മാനുവർ ഉപയോഗിക്കുക. റീസൈക്കിൾഡ് ഫാം വേസ്റ്റ്. ഇപ്പം നമ്മുടെ തന്നെ ഫാമിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി. ചാണകം, ലൈസോക എക്സ്ക്രീറ്റ. യൂസ് ഓഫ് ബയോ ഏജൻസ് ലൈക്ക് കൾച്ചർ ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ, പ്രിപ്പറേഷൻ ഓഫ് ബയോ ഫെർട്ടിലൈസർ, നീം ലീഫ് സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോപ്പിംഗ് സിസ്റ്റം ഉപയോഗിക്കും. മിക്സഡ് ക്രോപ്പിംഗ്, ഇന്റർ ക്രോപ്പിംഗ് പറയാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇറിഗേഷൻ, വെള്ളം കൊടുക്കുന്നതിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുക. ഇന്ത്യ റെയിൻഫെഡ് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. സോ ഇറിഗേഷനിൽ റെയിൻഫെഡ് ആയതുകൊണ്ട് റെയിൻ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുക. നമ്മുടെ സക്സസ്, ക്രോപ്പിൻ്റെ സക്സസ് മഴയെ ആശ്രയിക്കുന്നുണ്ട്. ടൈമിലി മൺസൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഫീഷ്യൻറ്റ് റെയിൻഫോൾ ഇന്ത്യ അത്യാവശ്യമാണ്. പുവർ മൺസൂൺ ആണെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. എൻഷുറിംഗ് ദ ക്രോപ്പ് ഗെറ്റ് വാട്ടർ അറ്റ് റൈറ്റ് സ്റ്റേജസ് ഡ്യൂറിംഗ് ദെയർ ഗ്രോയിങ് സീസൺ and can increase expected yield of any crop. Therefore, many measures are used to bring more and more agricultural land under irrigation. അപ്പോൾ വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻ കേസ് മൺസൂൺ ഫെയിൽ ആയെങ്കിലും, നമ്മൾ ഫെയിൽ ആയി പോയെങ്കിലും ഈ ക്രോപ്പ് ഫെയിലർ ആവാൻ പാടില്ലെങ്കിൽ നമ്മൾ കൃത്യമായ ഇറിഗേഷൻ നമ്മൾ വഴി കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെൽസ് ഉണ്ട്. വെല്ല് തന്നെ ട്യൂബ് വെല്ലും ഡഗ് വെല്ലും ഉണ്ട്. അപ്പോൾ ട്യൂബ് വെല്ലായാലും ഡഗ് വെല്ലായാലും ട്യൂബ് വെല്ല് നല്ല ആഴത്തിലായിരിക്കും. ഡഗ് വെല്ല് വാട്ടർ ബെയറിംഗ്, തൊട്ടടുത്തുള്ള വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റയിൽ നിന്ന് എടുക്കാൻ. ട്യൂബ് വെല്ല് കുറച്ചുകൂടി ഡീപ്പർ സ്ട്രാറ്റയിലേക്ക് പോവുകയാണ്. അവിടെ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യിക്കുന്നു. പിന്നെ കനാൽ സിസ്റ്റമാണ്. ഒരു വലിയ വാട്ടർ റിസർവയർ അല്ലെങ്കിൽ വാട്ടർ സോഴ്സായ റിവറിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ചാലുകളാണ് കനാല്. ദൂരദേശങ്ങളിലേക്ക് ഈ പുഴയിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്നു കനാൽസ്. കനാലിൽ നിന്ന് വീണ്ടും ഈ ബ്രാഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. Elaborated extensive irrigation system. In this system, canal receive water from one or more reservoir or from river. The main channel is divided into branch canal having further distributaries. അപ്പോൾ വലിയൊരു പുഴയിൽ നിന്ന് ചാല് കീറി നമ്മൾ കനാൽ ഉണ്ടാക്കുന്നു. ആ കനാലിൽ വീണ്ടും നമ്മൾ ചാല് കീറി ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. കനാൽ ഇറിഗേഷൻ സിസ്റ്റം. പിന്നെ റിവർ ലിഫ്റ്റിംഗ് സിസ്റ്റമാണ്. കനാൽ ഫ്ലോ ഇൻസഫിഷ്യൻ്റ് ആണ് എങ്കിൽ, പുഴയുടെ അടുത്താണ് നമ്മുടെ കൃഷിയിടമെങ്കിൽ, പുഴയിൽ നിന്ന് നേരിട്ട് വെള്ളം നമ്മൾ എടുത്തു, പമ്പ് ഉപയോഗിച്ചുകൊണ്ടെടുത്ത് പൈപ്പ് സിസ്റ്റത്തിലേക്ക് കടത്തിവിട്ട് എല്ലായിടത്തേക്കും എത്തിക്കുന്ന സിസ്റ്റമാണ് റിവർ ലിഫ്റ്റിംഗ് സിസ്റ്റം. വെൻ കനാൽ ഫ്ലോ ഈസ് ഇൻസഫിഷ്യൻറ്റ് ഓർ ഇറഗുലർ ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് റിസർവയർ റിലീസ്, ലിഫ്റ്റ് സിസ്റ്റം ഈസ് മോർ റാഷണൽ. വാട്ടർ ഈസ് ഡയറക്ട്ലി ഡ്രോൺ ഫ്രം ദ റിവർ ഫോർ സപ്ലിമെൻറ്റിംഗ് ഇറിഗേഷൻ ക്ലോസ് ടു ദ റിവർ ഏരിയാസ് ക്ലോസ് ടു ദ റിവർ. പിന്നെ ടാങ്ക് ഉണ്ട്. ചെറിയ കാച്ച്മെൻറ്റ് ഏരിയയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളമാണ്. നമ്മുടെ ആവശ്യാനുസരണം നമ്മളത് ഉപയോഗിക്കുന്നു വെള്ളത്തിൻ്റെ ആവശ്യകത ഉണ്ടാകുമ്പോൾ. പിന്നെ ഇറിഗേഷൻ കഴിഞ്ഞാൽ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ മിക്സഡ് ക്രോപ്പിംഗ് ഉണ്ട്. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് ലാൻഡിൽ രണ്ടിലധികമോ ചെടികളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിനെയാണ് മിക്സഡ് എന്ന് പറയാം. വീറ്റ് ഗ്രാം, വീറ്റ് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നെറ്റ് സൺഫ്ലവർ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, അവിടെ ശ്രദ്ധിക്കണം, ഇഷ്ടമുള്ള എന്ന് പറയുമ്പോഴും ഈ നമ്മൾ എടുക്കുന്ന ചെടികളുടെ ന്യൂട്രിയൻ്റ് റിക്വയർമെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ മാക്സിമം ന്യൂട്രിയൻസ് അവർ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പീസ് ഓഫ് ലാൻഡിൽ
പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ലാതെ നമ്മൾ ക്രോപ്പുകളെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അത് മിക്സഡ് ക്രോപ്പ്. ഓക്കെ, ദിസ് റെഡ്യൂസ് റിസ്ക് ആൻഡ് ഗീവ് സം ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ ക്രോപ്പ്. ഏതെങ്കിലും ഒരു ക്രോപ്പ് ഫെയിൽ ആയാലും മറ്റൊരു ക്രോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് അവിടെ ലഭിക്കുന്നു. ഇനി ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ മിക്സർ ക്രോപ്പിംഗ് പോലെ തന്നെയാണ്. രണ്ടിലധികമോ ക്രോപ്പ് നമ്മളൊരു കൃഷിഭൂമിയിൽ തന്നെ നടുകയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായ ഡെഫിനിറ്റ് പാറ്റേൺ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിത്രീകരണത്തിൽ കാണുന്ന പോലെ ഇവിടെ ഒരു ചെടിയാണെങ്കിൽ തൊട്ടടുത്ത റോയിൽ വേറെ ചെടി, അടുത്തതിൽ വേറെ ചെടി, അങ്ങനെ ഒരു റോ പാറ്റേൺ, കൃത്യമായ ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് ഇന്റർ ക്രോപ്പിങ്ങിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിസീസ് ഇപ്പോൾ ഒരു ക്രോപ്പിൽ ഡിസീസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അതേ വെറൈറ്റിയിലെ ക്രോപ്പ് അടുത്തില്ല, തൊട്ടിപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇടയിൽ വേറെ ക്രോപ്പാണുള്ളത്. ആ രീതിയിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇന്റർ ക്രോപ്പിംഗ്, growing 2 or more crops simultaneously on the same field in a definite pattern. A few row of one crop alternate to few row of second crop. സോയാബീനും മെയ്സും ഫിംഗർ മില്ലറ്റും കൗപ്പിയും the crop are selected such that nutrient requirement different ആയിരിക്കണം. ദിസ് എൻഷുർ മാക്സിമം യൂട്ടിലൈസേഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എന്തിനാണ് ഡിഫറൻറ്റ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റിലെ പ്ലാന്റ് എടുക്കുന്നത്? മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് വേണ്ടി, ന്യൂട്രിയൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ഓൾസോ പ്രിവെൻറ്റ്സ് പെസ്റ്റ് ആൻഡ് ഡിസീസ് ഫ്രം സ്പ്രെഡിങ് ടു ഓൾ പ്ലാന്റ് ബിലോങ്ങിങ് ടു വൺ ക്രോപ്പ് ഇൻ എ ഫീൽഡ്. ബോത്ത് പ്ലാന്റ് ക്യാൻ ഗിവ് ബെറ്റർ റിട്ടേൺസ്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്രോപ്പ് റൊട്ടേഷൻ ആണ്. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ തന്നെ, ഒരു ഇയറിൽ തന്നെ ഒരു സീസൺ വ്യത്യസ്തമായ ക്രോപ്പിന് നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്രോപ്പ് ഡ്യൂറേഷൻ വ്യത്യസ്ത തരം ക്രോപ്പ് കോമ്പിനേഷൻസുമായി നമ്മൾ നടത്താറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വീറ്റ് നട്ടു, വീറ്റ് ഗോതമ്പ് സോയിലിലെ മാക്സിമം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും. സോയിലിൽ ന്യൂട്രിയൻ്റെ അളവ് കുറഞ്ഞു. അടുത്ത കേസിൽ ഇപ്പോൾ നമ്മൾ ലെസ് ന്യൂട്രിയൻ്റ് റിക്വയർമെൻ്റ് ആയ ഉള്ളി നട്ടു കൊടുത്തു വിചാരിക്കാം. അപ്പോൾ ഉള്ളി എന്ത് ചെയ്യും? ബാക്കിയുള്ള ന്യൂട്രിയൻ്റ് കൂടി അബ്സോർബ് ചെയ്താൽ ലാൻഡിൽ പിന്നെ ന്യൂട്രിയൻ്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോഴാണ് നമ്മൾ ലെഗ്യൂമിനസ് പ്ലാന്റിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ സീസണിൽ അടുത്ത സീസണിൽ റെഗ്യൂമിനസ് പ്ലാന്റ് വന്നു, സോയിലിൽ ന്യൂട്രിയൻസ് റീപ്ലേസ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ 2-3 ക്രോപ്പ് ഒരു ഇയറിൽ തന്നെ നമ്മളിങ്ങനെ മാറ്റി നടുകയാണ് സോയിലിൻ്റെ ന്യൂട്രിയൻറ്റ് റിപ്ലനിഷ് ആവുന്നതിന് വേണ്ടി. അപ്പോൾ അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റിൽ നമുക്കറിയാം ക്രോപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വീഡ്സ് അല്ലേ, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ഇൻസെക്റ്റ്, പെസ്റ്റ്, ഡിസീസ്, ഇതൊക്കെയാണ് ക്രോപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. വീഡ്സ് ആൻഡ് പെറ്റ്സ് ആർ നോട്ട് കൺട്രോൾഡ് അപ്രോപ്രിയേറ്റ് ടൈം ദേ ക്യാൻ ഡാമേജ് ദ ക്രോപ്പ് സോ മച്ച് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ക്രോപ്പ് ഈസ് ലോസ്റ്റ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി തന്നെ നഷ്ടത്തിലാവുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വീഡ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ്. ദേ കമ്പീറ്റ് ഫോർ ഫുഡ്, സ്പേസ്, ലൈറ്റ് അല്ലേ. നമ്മുടെ ചെടികളുമായിട്ടൊരു കോമ്പറ്റീഷൻ, നമ്മുടെ ക്രോപ്പുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആർക്ക്? ഈ വീഡ്സിന് എന്ന് പറയുന്നത്. വീഡ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ്. വീഡ്സ് ടേക്ക് അപ്പ് ന്യൂട്രിയൻ ആൻഡ് റെഡ്യൂസ് ഗ്രോത്ത് ഓഫ് ദ ക്രോപ്പ്. നമ്മൾ ക്രോപ്പിന് ഇട്ടുകൊടുക്കുന്ന ന്യൂട്രിയൻസ് ഈ വീഡ്സ് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് വീഡ്സ്. കണ്ട, ക്രോപ്പിൽ നമ്മൾ വളരുന്ന ചെടികൾ, ക്രോപ്പിൻ്റെ അടുത്ത് വളരുന്ന കാടുകളാണ് വീഡ്സ്. ഇവിടെ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ന്യൂട്രിയൻ്റ് ഇത് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ therefore റിമൂവൽ ഓഫ് വീഡ് ഫ്രം കൾട്ടിവേറ്റഡ് ലാൻഡ് ഡ്യൂറിങ് early സ്റ്റേജ് ഓഫ് ക്രോപ്പ് ഗ്രോത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ഗുഡ് ഹാർവസ്റ്റ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ വീഡ്സിനെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇൻസെക്റ്റിൻ്റെ കേസ് പറയുമ്പോൾ ഇൻസെക്ട് പെസ്റ്റ് അറ്റാക്ക് പ്ലാന്റ്സ് ഇൻ 3 ways. ഒന്നാമത് ഇൻസെക്റ്റ് കട്ട് ദ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഈ ചെടിയുടെ നമ്മുടെ ക്രോപ്പിൻ്റെ വേര് കട്ട് ചെയ്യുന്നു, ഇല കട്ട് ചെയ്യുന്നു, ലീഫ് കട്ട് ചെയ്യുന്നു, സ്റ്റെം കട്ട് ചെയ്യുന്നു. അതൊന്നാമത്തെ ഒരു വികൃതിയാണ്. രണ്ടാമത്തെ വികൃതി, ദേ സക്ക് ദ സെൽ സാപ്പ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റിൻ്റെ വേരിയസ് പാർട്ട്, ലീഫ് ആയിക്കോട്ടെ, സ്റ്റെം ആയിക്കോട്ടെ, റൂട്ട് ആയിക്കോട്ടെ, അവിടെ പോയി കടിച്ച് അതിൽ നിന്ന് നീര് സക്ക് ചെയ്തെടുക്കുന്നു. മൂന്നാമത്തെ വികൃതി, ദേ ബോർ ഇൻ ടു സ്റ്റെം ആൻഡ് ഫ്രൂട്ട്. അവർ കുഴി ഉണ്ടാക്കുക, തുളയുണ്ടാക്കുകയാണ്. ഫ്രൂട്ട്സിലും സീഡ്സിലും ഒക്കെ തുളയുണ്ടാക്കുക, സ്റ്റെമ്മിലും തുളയുണ്ടാക്കുക. ദസ് ദേ അഫക്ട് ഹെൽത്ത് ഓഫ് ദ ക്രോപ്പ് ആൻഡ് റെഡ്യൂസ് ഈൽഡ്. അങ്ങനെ ക്രോപ്പിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നു, ഈൽഡ് കുറക്കുന്നു. ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആർ കോസ്ഡ് ബൈ പാത്തോജൻ സച്ച് എസ് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ദീസ് പാത്തോജൻസ് can be present in and transmitted through soil, water, air. സോയിലൂടെയും വാട്ടറിലൂടെയും എയറിലൂടെയൊക്കെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. വീഡ്സ്, ഇൻസെക്ട്, ഡിസീസ് ആൻഡ് ഡിസീസസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ വേരിയസ് മെത്തേഡ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വ്യത്യസ്തമായ മെത്തേഡ്സ് ഉണ്ട്. വൺ ഓഫ് ദ കോമൺലി യൂസ് മെത്തേഡ് ഈസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, കെമിക്കൽ യൂസ് ചെയ്യാം, വിച്ച് ഇൻക്ലൂഡ് ഹെർബിസൈഡ്. വീഡ്സിനെതിരെ ഹെർബിസൈഡും വീഡിസൈഡ് യൂസ് ചെയ്യുക, ഇൻസെക്റ്റിനെതിരെ ഇൻസെക്ടിസൈഡ്, ഫംഗസിനെതിരെ ഫംഗിസൈഡ്. ഇതൊക്കെ കെമിക്കൽസ് ആണ്. ദീസ് കെമിക്കൽസ് ആർ സ്പ്രേഡ് ഓൺ ക്രോപ്പ് പ്ലാന്റ് ഓർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സീഡ്സ് ആൻഡ് സോയിൽ. However, excessive use, കെമിക്കൽ ആയതുകൊണ്ട് എക്സസീവ് യൂസ് ക്രിയേറ്റ് പ്രോബ്ലംസ് since they can be poisonous to many plants, animal species and cause environmental pollution.
വീഡ് കൺട്രോൾ മെത്തേഡ് ഇൻക്ലൂഡ് മെക്കാനിക്കൽ റിമൂവൽ, നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ കുർപ്പി ഉപയോഗിച്ചുകൊണ്ട് കത്തി പോലത്തെ സാധനമാണ് കുർപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനുവൽ റിമൂവൽ നടത്താം. പ്രിവെന്റീവ് മെത്തേഡ് സച്ചസ് പ്രോപ്പർ സീഡ് ബെഡ് പ്രിപ്പറേഷൻ, ടൈംലി സോവിംഗ് ഓഫ് ക്രോപ്പ്, ഇന്റർ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ വീഡ് കൺട്രോളിനെ സഹായിക്കും. സം അതർ പ്രിവെന്റീവ് മെഷേഴ്സ് അഗേൻസ്റ്റ് പെസ്റ്റ് ആൻഡ് യൂസ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, സമ്മർ പ്ലവിംഗ്, വേനൽക്കാലത്ത് പ്ലവ് ചെയ്യുക, ഇതൊക്കെ വീഡ്സിനെയും പെസ്റ്റിനെയും ഒക്കെ നശിപ്പിക്കാനുള്ള മെത്തേഡ്സ് ആണ്. സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്. സ്റ്റോറേജ് ലോസസ് വലിയൊരു പ്രശ്നമാണ് ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഗ്രെയിൻസ് ഹാർവെസ്റ്റ് ചെയ്തു, ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തു, ഗ്രെയിൻസ് കിട്ടി. ഈ ഗ്രെയിൻസ് കൃത്യമായി സ്റ്റോർ ചെയ്തില്ലെങ്കിൽ വലിയ തോതിൽ തന്നെ നഷ്ടങ്ങൾ കർഷകരുണ്ടാവുന്നു. ഇവിടെ എന്തൊക്കെ കാരണങ്ങളാണ് ഈ നഷ്ടത്തിനുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഒന്ന് ഇൻസെക്റ്റ് ആണ്. ബയോട്ടിക്കിലിരുന്ന ഇൻസെക്റ്റ് പ്രാണികൾ, റോഡൻസ്, എലികൾ പോലുള്ള റോഡൻസ്, ഫംഗസ്, മൈറ്റ്സ്, ബാക്ടീരിയ, ഇതൊക്കെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടർ എന്ന് വെച്ചാൽ മോയ്സ്ചർ ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് മോയ്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജിനെ നശിപ്പിക്കുന്ന, സ്റ്റോറേജ് പ്രശ്നത്തിലാക്കുന്ന ഫാക്ടേഴ്സ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കോസ് ഡിഗ്രഡേഷൻ ഇൻ ദ ക്വാളിറ്റി ആൻഡ് ലോസ് ഇൻ വെയിറ്റ്, പുവർ ജെർമിനബിലിറ്റി, ഡിസ്കളറേഷൻ ഓഫ് ദ പ്രൊഡ്യൂസ്, ഓൾ ലീഡിങ് ടു പുവർ മാർക്കറ്റബിലിറ്റി. ഇതൊക്കെ പല പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മുടെ വിത്തുകൾക്ക് കളർ കുറക്കുന്നു, ക്വാളിറ്റി കുറക്കുന്നു, മാർക്കറ്റിൽ അതിന് വാല്യൂ കുറക്കുന്നു. These factors can be controlled by proper treatment and by systematic management of warehouse. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി സയൻറ്റിഫിക്കലി ഇതിനെ ട്രീറ്റ് ചെയ്യണം. വെയർഹൗസ്, ഈ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന വെയർഹൗസ് വളരെ കൃത്യമായിട്ടൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രൈ ചെയ്യണം, അല്ലേ? സൺ ഡ്രൈയിങ് ചെയ്യണം. ഫസ്റ്റ് ഇൻ സൺലൈറ്റ്, ദെൻ ഇൻ ഷെയ്ഡ്. നമ്മൾ പ്രോപ്പറായിട്ട് ഈ ധാന്യങ്ങളെ ഡ്രൈ ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ക്ലീനിങ് ഓഫ് ദ പ്രൊഡ്യൂസ് ബിഫോർ സ്റ്റോറേജ്. നമ്മുടെ ധാന്യങ്ങളെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കി അതിനെ ഉണക്കണം. പിന്നെ ഫ്യൂമിഗേഷൻ ചെയ്യണം. ഈ ജേംസിനെയും ഇതിനൊക്കെ നശിപ്പിക്കണം, അല്ലേ? പെസ്റ്റിനെയൊക്കെ നശിപ്പിക്കാൻ നന്നായിട്ട് ഫ്യൂമിഗേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷനാണ്. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീടുകളിൽ 1, 2, 3, 4 പശുക്കളെ വളർത്തിയത് കൊണ്ട് അത് ആനിമൽ ഹസ്ബൻഡറി അല്ല. സയൻറ്റിഫിക്കായി നമ്മൾ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുക. സയൻറ്റിഫിക് മാനേജ്മെന്റ് ഓഫ് ആനിമൽ ലൈഫ് സ്റ്റോക്ക്. ഇറ്റ് ഇൻക്ലൂഡ് വേരിയസ് ആസ്പെക്ട്സ് ലൈക്ക് ഫീഡിങ്, അവരുടെ ഭക്ഷണക്രമങ്ങൾ, ബ്രീഡിങ്, സന്താന ഉൽപാദനങ്ങളുടെ കാര്യങ്ങൾ, ഡിസീസ് കൺട്രോൾ, രോഗപ്രതിരോധം, ഇതൊക്കെയാണ് നമ്മളവിടെ സയൻറ്റിഫിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആനിമൽ ബേസ്ഡ് ഫാമിംഗ് ഇൻക്ലൂഡ് കാറ്റിൽ, ഗോട്ട്, ഷീപ്പ്, പോൾട്രി, ഫിഷ് ഫാമിംഗ്. ഓക്കെ. ആസ് ദ പോപ്പുലേഷൻ ഇൻക്രീസ്, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഫോർ മിൽക്ക്, എഗ്, മീറ്റ് ഓൾസോ ഗോയിങ് അപ്പ്, അല്ലേ? മിൽക്ക്, പാല്, മുട്ട, മീറ്റ്, മാംസം, ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടും. ഓൾസോ ഗ്രോയിങ് അവയർനെസ് ഓഫ് ദ നീഡ് ഓഫ് ഹ്യൂമാൻ ട്രീറ്റ്മെന്റ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഹാസ് ബ്രോട്ട് ഇൻ ന്യൂ ലിമിറ്റേഷൻ ഇൻ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ഹ്യൂമാൻ ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പശു പരിപാലനം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പശുക്കളെ ഞാൻ പറഞ്ഞു 4 പശുക്കളെ വെറുതെ വളർത്തി അതിനൊരു തൊഴുത്തിൽ കെട്ടി എന്ന് പറയുമ്പോൾ അത് ഹ്യൂമാൻ ട്രീറ്റ്മെന്റ് ആവില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ജീവികളാണ്. അപ്പോൾ ഇതിന് കൃത്യമായ ഭക്ഷണം കൊടുക്കണം, ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകണം, വാക്സിനേഷൻ കൊടുക്കണം, കൃത്യമായ ഷെഡിൽ തന്നെ ഇവരെ വളർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കണം. ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ഓൾസോ നീഡ് ടു ബി ഇംപ്രൂവ്ഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പല ഭാഗങ്ങളിലും ഇത് ഹ്യൂമാൻ ട്രീറ്റ്മെൻ്റ് അല്ല സയൻറ്റിഫിക്കലായിട്ടല്ല നടത്തുന്നത്. കൃത്യമായി സയൻറ്റിഫിക് ആക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. കാറ്റിൽ ഫാമിംഗ് ആദ്യത്തെ ഭാഗമാണ്. കാറ്റിൽ ഫാമിംഗ്, കാറ്റിൽ ഹസ്ബൻഡറി 2 പർപ്പസിന് ചെയ്യും. മൃഗങ്ങളെ 2 പർപ്പസിന് വളർത്തും. ഒന്ന് മിൽക്ക് പർപ്പസിനും, മറ്റൊന്ന് ഡ്രോട്ട് ലേബർ. ഒന്ന് പാലാവശ്യത്തിനും, മറ്റൊന്ന് കൃഷിയിടങ്ങളിൽ പണിയെടുപ്പിക്കുന്നതിനും. ഓക്കെ. ഫോർ അഗ്രികൾച്ചർ വർക്ക് സച്ച് സ്റ്റില്ലിംഗ്, ഇറിഗേഷൻ, കാർട്ടിംഗ്, ഇതിനൊക്കെ വേണ്ടി മൃഗങ്ങൾ ഉപയോഗിക്കും. ഇന്ത്യൻ കാറ്റിൽ ബിലോങ് ടു 2 ഡിഫറെൻറ്റ് സ്പീഷീസ്. ബോസ് ഇൻഡിക്കസ് കൗ ആണ്, ബോസ് ബുബാലിസ് ബഫലോ ആണ്. ഇന്ത്യൻ വെറൈറ്റിയാണ് കേട്ടോ. മിൽക്ക് പ്രൊഡ്യൂസിങ് ഫീമെയിലുകളെ മിൽഷ് ആനിമൽസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഡയറി ആനിമൽസ് എന്ന് വിളിക്കും. പാല് തരുന്ന മൃഗങ്ങളെ മിൽഷ് ആനിമൽസ് എന്നും. വൈൽ ദ വൺ യൂസ്ഡ് ഫോർ ഫാം ലേബർ ആർ കോൾഡ് ഡ്രോട്ട് ആനിമൽ. പണിയെടുക്കാൻ വേണ്ടി കൃഷിയിടങ്ങളിൽ ടില്ലിങ്, ഇറിഗേഷൻ, കാർട്ടിംഗ് പോലുള്ള പണിയെടുക്കുന്നവരെ നമ്മൾ ഡ്രോട്ട് ആനിമൽ എന്നും വിളിക്കുന്നു. മിൽക്ക് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് ടു സം എക്സ്റ്റെൻറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ലാക്ടേഷൻ പീരീഡ്. ലാക്ടേഷൻ പീരീഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു പശുവിന് കുഞ്ഞുണ്ടായി, കാഫ് ഉണ്ടായി. ഓക്കെ. ആ സമയം മുതൽ എത്ര സമയം വരെ അത് പാലുണ്ടാക്കും, ആ അമ്മ പശു എത്ര കാലയളവിൽ പാല് പ്രൊഡ്യൂസ് ചെയ്യും, ആ സമയത്തെയാണ്, ആ ഡ്യൂറേഷനെയാണ് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. മീനിങ് പീരീഡ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ആഫ്റ്റർ ദ ബർത്ത് ഓഫ് കാഫ്. സോ മിൽക്ക് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദി ലാക്ടേഷൻ പീരീഡ്. മോർ ലാക്ടേഷൻ പീരീഡ് ആണെങ്കിൽ അത്രത്തോളം കാലം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എക്സോട്ടിക് ഫോറിൻ ബ്രീഡായ ജെർസി പശു,
ബ്രൗൺ സ്വിസ് പശുക്കൾ, ഇവർക്ക് ലോങ് ലാക്ടേഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ എക്സോട്ടിക് വിദേശ ഇനം പശുക്കളായ ജെർസി പശു, ബ്രൗൺ സ്വിസ് പശുക്കളുടെ പ്രത്യേകത ലാക്ടേഷൻ പീരീഡ് കൂടുതലാണ്. വൈ ലോക്കൽ ബ്രീഡ് ഇൻഡിജീനിയസ് ഇന്ത്യൻ വെറൈറ്റിയായ റെഡ് സിന്ധി സാഹിവാൾ ഇന്ത്യൻ വെറൈറ്റിയാണ്. ഇവരുടെ പ്രത്യേകത ഷോ എക്സലന്റ് റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. അപ്പോൾ വിദേശ ഇനങ്ങളായ ജെർസി പശു അല്ലെങ്കിൽ ബ്രൗൺ സ്വിസിന് മിൽക്ക് പ്രൊഡക്ഷൻ ലാക്ടേഷൻ പീരീഡ് കൂടുതലാണ്. ഇന്ത്യൻ വെറൈറ്റിയായ സഹിവാളിനും റെഡ് സിന്ധിക്കും ഡിസീസ് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവരെ നമുക്ക് രണ്ടുപേരെയും ഫോർ എക്സാമ്പിൾ പിന്നെ ജേഴ്സി അല്ലെങ്കിൽ ബ്രൗൺ സ്വിസിനെയും പിന്നെ നമ്മുടെ സഹിവാളിനെയും ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ഇനം പശുവിനെ ഉണ്ടാക്കിയെടുക്കാം ക്രോസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന ക്രോസ് ബ്രീഡ് ചെയ്തിരിക്കുന്ന ബ്രീഡിന് 2 ഡിസൈഡ് ക്വാളിറ്റി ഉണ്ടാവും. ബോത്ത് ഡിസൈഡ് ക്വാളിറ്റി കിട്ടും. അതായത് ഡിസീസ് റെസിസ്റ്റിവിറ്റി ഉണ്ടാവും, ലാക്ടേഷൻ പീരീഡ് കൂടുതലും ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആസ്പെക്റ്റ് ആണ് പ്രോപ്പർ ക്ലീനിങ്. പ്രോപ്പർ ക്ലീനിങ് ആൻഡ് ഷെൽട്ടർ ഫെസിലിറ്റേറ്റ്സ് കൗ ആൻഡ് ബഫലോസ് ആർ റിക്വയർഡ് ഫോർ ഹ്യൂമൻ ഫാമിംഗ്, for the health of animals and for production of clean milk as well. ആനിമലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ക്ലീൻ ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ഷെൽട്ടർ ഫെസിലിറ്റി നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, അവർക്ക് വെന്റിലേഷൻ കാര്യങ്ങൾ കൃത്യമായി ഷെഡിൽ ഉണ്ടാവണം. ഇതൊക്കെ വളരെ ഹ്യൂമൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ആനിമൽ റിക്വയർ റെഗുലർ ബ്രഷിംഗ് ടു റിമൂവ് ഡേർട്ട് ആൻഡ് ലൂസ് ഹെയർ. ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ അവരുടെ ഹെയറിൽ ഡെർട്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ. They should be sheltered under well-ventilated roof shade that protect from rain, heat and cold. വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂഫുള്ള മേൽക്കൂരിയുള്ള പശുത്തൊഴുത്ത് ഉണ്ടാവണം. മഴ വന്നാലും പിന്നെ തണുപ്പും പിന്നെ ചൂടും ഒക്കെ ഇവർക്ക് ഏൽക്കാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ വേണം. The floor of the cattle shed need to be sloping so as to stay dry and to facilitate cleaning. അപ്പോൾ ഫ്ലോർ നമ്മൾ എപ്പോഴും സ്ലോപ്പ് ആക്കി വെക്കുക. അപ്പോൾ വൃത്തിയാക്കാൻ എളുപ്പമാണ് അല്ലേ. ചാണകവും ഈ മൂത്രമൊക്കെ ഒലിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ക്ലീനായി ഡ്രൈ ആയി എപ്പോഴും തൊഴുത്ത് നിൽക്കും, വാട്ടർ ലോക്ക് ആയിട്ട് നിൽക്കില്ല. ദ ഫുഡ് റിക്വയർമെൻറ്റ് ഓഫ് ഡയറി ആനിമൽസ് ആർ ഓഫ് 2 types. പാല് തരുന്ന ഡയറി ആനിമൽസിൻ്റെ ഫുഡ് റിക്വയർമെൻറ്റ് 2 തരത്തിലുണ്ട്. മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡാണ് മെയിൻ്റനൻസ് റിക്വയർമെൻറ്റിൽ വരിക, വിച്ച് ഈസ് ദ ഫുഡ് റിക്വയർഡ് ടു സപ്പോർട്ട് ആനിമൽ ടു ലിവ് എ ഹെൽത്തി ലൈഫ്. പിന്നെ മിൽക്ക് പ്രൊഡ്യൂസർ റിക്വയർമെൻറ്റ് ഉണ്ട്, അതായത് ലാക്ടേഷൻ പീരീഡിൽ കൊടുക്കേണ്ട ഫുഡാണ് അത് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ഫുഡ് റിക്വയർഡ് ഡ്യൂറിങ് ലാക്ടേഷൻ പീരീഡ്. ആനിമൽ ഫെഡ് ഇൻക്ലൂഡ് റഫേജസ് ഉണ്ട്, ഫൈബർ കണ്ടെയ്നിങ് ഫുഡാണ് റഫേജസ്. പിന്നെ കോൺസെൻട്രേറ്റ്സ് പുണ്ണാക്ക് പോലുള്ളത് ലോ ഇൻ ഫൈബർ, പക്ഷേ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം റിലേറ്റീവ്ലി ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ ആൻഡ് അതർ ന്യൂട്രിയൻസ്. കാറ്റിൽ നീഡ് ബാലൻസ്ഡ് റേഷൻ കണ്ടെയ്നിങ് ഓൾ ന്യൂട്രിയൻറ്റ് ഇൻ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്. എല്ലാ ന്യൂട്രിയൻറ്റും കൃത്യമായ അളവിലുണ്ടാവണം. ബിസൈഡ് സച്ച് ന്യൂട്രീഷ്യസ് food material, certain feed additives containing micronutrients promote health and milk output of dairy animal. അപ്പോൾ ചില ന്യൂട്രിയൻ സപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യും, പശുക്കൾക്ക് പാലുൽപാദനമൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കും. കാറ്റിൽസിനും നമുക്ക് വരുന്നത് പോലെ ഒരുപാട് രോഗങ്ങൾ വരും. ഓക്കെ, ദിസ് ഡിസീസ് ബിസൈഡ് കോസിങ് ഡെത്ത് റെഡ്യൂസ് മിൽക്ക് പ്രൊഡക്ഷൻ. മരണം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് മിൽക്ക് പ്രൊഡക്ഷൻ കുറക്കും. എ ഹെൽത്തി ആനിമൽ ഫീഡ് റെഗുലർലി ആൻഡ് ഹാസ് നോർമൽ പോസ്റ്റർ. ഒരു ഹെൽത്തി ആനിമൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കും, അതിന് നിൽക്കുന്ന പോസ്റ്റർ നോർമൽ ആയിട്ടുള്ള ഒരു പോസ്റ്ററിലായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. ദ പാരസൈറ്റ് ഓഫ് കാറ്റിൽ മേ ബി ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പാരസൈറ്റ്. പാരസൈറ്റ്സ് ഉണ്ട്, പശുക്കളുടെ ദേഹത്ത് ചെള്ള് കാണാൻ പറ്റും, ചോരയൊക്കെ കുടിക്കുന്നത്, അത് എക്സ്റ്റേണൽ പാരസൈറ്റ്. പിന്നെ പശുക്കളുടെ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ വേംസ് കാര്യങ്ങളുണ്ട്, അത് ഇന്റേണൽ പാരസൈറ്റ് ആണ്. ദ എക്സ്റ്റേണൽ പാരസൈറ്റ് ലിവ് ഓൺ സ്കിൻ ആൻഡ് മെയിൻലി കോസ് സ്കിൻ ഡിസീസ്. Internal parasite like worms affect stomach and intestine, while fluke damages liver. Infectious diseases are also caused by bacteria and virus. Vaccination are given to farm animal against many major viral and bacterial disease. അപ്പോൾ ബാക്ടീരിയൽ വൈറൽ ഡിസീസിനെതിരെ പശുക്കൾക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി പോൾട്രി ഫാമിങ്ങിലേക്ക് വരുമ്പോൾ, പോൾട്രി ഫാമിങ് ഡൊമസ്റ്റിക് ഫോൾസ്, അതായത് കോഴി പരിപാലനം, കോഴി, താറാവ്, പിന്നെ അതുപോലെ തന്നെ കാട, ഇതിനൊക്കെ എഗ്ഗിന് വേണ്ടിയും മീറ്റിന് വേണ്ടിയും വളർത്തുന്നു. Therefore, improved poultry breeds are developed and farmed to produce layers for egg. മുട്ടയിടുന്നവരെ ലേയേഴ്സ് എന്നാ പറയാ. ബ്രോയിലർ ഫോർ മീറ്റ്, ബ്രോയിലർ കോഴികൾ മീറ്റിന് വേണ്ടിയിട്ടും ലേയേഴ്സ് മുട്ടയ്ക്ക് വേണ്ടിയിട്ടും. ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാം ബിറ്റ്വീൻ ഇന്ത്യൻ വെറൈറ്റി അസീൽ ഇന്ത്യൻ വെറൈറ്റി ആണ്, ആൻഡ് ഫോറിൻ എക്സോട്ടിക് ആണ് ലെഗോൺ. അപ്പോൾ ലെഗോണിനെയും അസീലിനെയും ഹൈബ്രിഡൈസ് ചെയ്ത്
വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസൈഡ് റേറ്റ്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രത്യേകത നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ചിക്ക്. ധാരാളം നമ്പർ ഓഫ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ധാരാളം നമ്പർ ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടും, പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ കാര്യമില്ല. പക്ഷെ ഇവിടെ ആരോഗ്യമുള്ള ഒരുപാട് എണ്ണം കുഞ്ഞുങ്ങളെ ഉണ്ടാവും. ഡ്വാർഫ് ബ്രോയിലർ പാരന്റ് ഫോർ കൊമേഴ്ഷ്യൽ ചിക്ക് പ്രൊഡക്ഷൻ. ബ്രോയിലർ എന്ന് പറയുമ്പോൾ മീറ്റ് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ്, ബ്രോയിലർ. അപ്പോൾ ആ രീതിയിൽ ഡ്വാർഫർ പാരന്റ് മതി, നല്ല തടിയുള്ള ഡ്വാർഫ് കിട്ടണം അതിന് വേണ്ടിയിട്ട്. സമ്മർ അഡാപ്റ്റേഷൻ കപ്പാസിറ്റി, ടോളറൻസ് ടു ഹൈ ടെമ്പറേച്ചർ. ഈ ചൂട് കൂടുമ്പോൾ ഈ പക്ഷികൾക്ക്, ഈ കോഴികൾക്ക് പല അസ്വസ്ഥതകളും, ചിലപ്പോൾ മരണം സംഭവിക്കാറുണ്ട്, ചില പനികളൊക്കെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത്തരം ചൂടിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരം വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കപ്പെടാണ് സമ്മർ അഡാപ്റ്റേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ലോ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ്, അതെല്ലായ്പ്പോഴും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. മെയിൻ്റനൻസ് കുറക്കുക എന്നുള്ളത്. മെയിൻ്റനൻസ് കുറക്കുമ്പോൾ ചിലവ് കുറയും. അപ്പോൾ ചെറിയ പൈസക്ക് നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു കോഴി ഫാമുള്ള ആളുകൾക്ക് ചെറിയ പൈസക്ക് എല്ലായിടത്തും എത്തുമ്പോഴാണ് എല്ലാവരും ജനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ലോ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് വളരെ വലിയ കാര്യമാണ്. റിഡക്ഷൻ ഇൻ സൈസ് ഓഫ് എഗ് ലേയിങ് ബേർഡ്. എഗ് ലേയിങ് ബേർഡിൻ്റെ സൈസ് ചെറുതായാലും പ്രശ്നമില്ല, കാരണം അവരുടെ പർപ്പസ് മുട്ടയിടുക എന്നുള്ളതാണ്, മീറ്റിന് വേണ്ടിയിട്ടില്ലല്ലോ. ആൻഡ് എബിലിറ്റി ടു യൂട്ടിലൈസ് മോർ ഫൈബ്രസ് ചീപ്പ് ഡയറ്റ്സ് ഫോർമുലേറ്റഡ് ബൈ അഗ്രികൾച്ചർ ബൈ പ്രൊഡക്ട്സ്. അഗ്രികൾച്ചർ ബൈ പ്രൊഡക്ട്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷി നടത്തുന്ന സമയത്ത് ഈ ചെറിയ കൃഷിയിൽ നമ്മളിപ്പോൾ ഹാർവസ്റ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ധാന്യമണികളും നെല്ലിൻ്റെ ഹസ്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് തീറ്റയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചീപ്പായിട്ട് നമുക്ക് അതിന് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, തീറ്റ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇനി എഗ് ആൻഡ് ബ്രോയിലർ പ്രൊഡക്ഷൻ. ബ്രോയിലർ ചിക്കൻ ആർ ഫെഡ് വിത്ത് വിറ്റാമിൻ റിച്ച് സപ്ലിമെന്റ് ഫീഡ് ഫോർ ഗുഡ് ഗ്രോത്ത് റേറ്റ്, ബെറ്റർ ഫീഡ് എഫിഷ്യൻസി. കാരണം അവർക്ക് തടി നല്ലോണം കൂടണം, മീറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നല്ല വിറ്റാമിൻ റിച്ച് സപ്ലിമെന്റ് കൊടുക്കണം. കെയർ ഈസ് ടേക്കൺ ടു അവോയ്ഡ് മോർട്ടാലിറ്റി ആൻഡ് ടു മെയിൻറ്റെയിൻ ഫെദറിംഗ് ആൻഡ് കാർക്കസ് ക്വാളിറ്റി. അതായത് ഇവർക്ക് മരണനിരക്ക് കുറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാർക്കസ് ക്വാളിറ്റി അതായത് ഡെഡ് ബോഡി ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ഈ കോഴികളെ നമ്മൾ കൊല്ലും അല്ലേ, കൊന്നതിന് ശേഷമാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ ഈ കൊന്നതിന് ശേഷം അത് ഡെഡ് ബോഡിയായി. അപ്പോൾ ആ ഡെഡ് ബോഡി, ആ മീറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടരുത്. അപ്പോൾ കാർക്കസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ആസ് ബ്രോയിലർ ആൻഡ് സെൻഡ് ടു മാർക്കറ്റ് ഫോർ മീറ്റ് പർപ്പസ്. ബ്രോയിലർ എന്ന് പറയുമ്പോൾ എന്താ, മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഫോർ ഗുഡ് പ്രൊഡക്ഷൻ ഓഫ് പോൾട്രി ബേർഡ്സ് ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് ആർ ഇമ്പോർട്ടൻറ്റ്. പശുവിനെ മാനേജ് ചെയ്ത പോലെ തന്നെ ഇവിടെ കോഴിയെ പരിപാലിക്കണം. These include maintenance of temperature and hygienic condition in housing, poultry feed as well as prevention and control of disease. നമ്മൾ ഹൈജീൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ തൊഴുത്തും പശുക്കളുടെ തൊഴുത്ത് ചെയ്തതുപോലെ ഇവിടെ ഈ കോഴികളെ വളർത്തുന്ന കൂടുകൾ വളരെ കൃത്യമായി ഹൈജീനിക്കായി മെയിൻറ്റെയിൻ ചെയ്യണം, ക്ലീൻ ആയിരിക്കണം. ഇവർ കൊടുക്കേണ്ട പോൾട്രി ഫീഡ് കൃത്യമായ രീതിയിൽ കൊടുക്കണം. ഇവർക്ക് രോഗങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സും നമ്മൾ എടുക്കണം. The housing, nutritional and environmental requirement of broiler are somewhat different from that of egg layer. രണ്ടിലും വ്യത്യസ്തമാണ്. The ration എന്ന് വെച്ചാൽ ഡെയിലി ഫുഡ് റിക്വയർമെന്റ് ഫോർ ബ്രോയിലർ ഈസ് പ്രോട്ടീൻ റിച്ച്. കാരണം ഞാൻ പറഞ്ഞു ഇവർക്ക് ഫാറ്റ് കൂടണം. അപ്പോൾ അഡിക്വേറ്റ് ഫാറ്റ് കിട്ടുന്ന രീതിയിലുള്ള വിറ്റാമിൻ കണ്ടന്റും പ്രോട്ടീൻ കണ്ടന്റും ഒക്കെ കൂടിയ ഫുഡാണ് നമ്മൾ ബ്രോയിലർക്ക് കൊടുക്കുക. വിറ്റാമിൻ എയും കെയും ഒക്കെ കൂടുതലായിട്ട് വെക്കും. പോൾട്രി ഫോൾ സഫർ ഫ്രം നമ്പർ ഓഫ് ഡിസീസസ് കോസ്ഡ് ബൈ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ്സ്. പലതരം രോഗങ്ങൾ വരുന്നുണ്ട്. ആസ് വെൽ ആസ് ഫ്രം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. These necessitate proper cleaning, sanitation and spraying of disinfectant at regular interval. ഈ പക്ഷികൾക്ക് പലതരം രോഗങ്ങൾ വരുന്നുണ്ട്. വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ഫംഗസ് മൂലമോ ഒക്കെ രോഗം വരുന്നുണ്ട്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും സാനിറ്റേഷനും ഡിസിൻഫെക്റ്റന്റ് സ്പ്രേ ചെയ്യുന്നതൊക്കെ അത്യാവശ്യമാണ്. Appropriate vaccination can prevent occurrence of infectious disease and reduce loss of poultry during outbreak of disease. അപ്പോൾ വാക്സിനേഷൻ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഔട്ട്ബ്രേക്ക് ഉണ്ടാവില്ല, ഡിസീസ് വരില്ല, പെട്ടെന്ന് രോഗങ്ങളൊന്നും വരില്ല. ഈ പനി അല്ലേ, നമ്മുടെ പക്ഷിപ്പനി പോലുള്ള കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് ഫിഷ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്. ഫിഷ് പ്രൊഡക്ഷൻ, ആനിമൽ പ്രോട്ടീൻ, ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ആനിമൽ പ്രോട്ടീൻ ആണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷിൽ തന്നെ നമുക്ക് ഫിൻഡ് ട്രൂ ഫിഷ് ഉണ്ട്, ഷെൽ ഫിഷും ഉണ്ട്. ഷെല്ലിലുള്ള ഫിഷുണ്ട്, ഫിൻസുള്ള ഫിഷസും ഉണ്ട്. ഫിഷസ് നമുക്ക് രണ്ട് രീതിയിൽ പിടിക്കാം, ഫാം ചെയ്യാം. ഓക്കെ, അതായത് ഒന്ന് കൾച്ചർ ഫിഷറിയും ഒന്ന് ക്യാപ്ചർ ഫിഷറിയും ഉണ്ട്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് ക്യാപ്ചർ ഫിഷറിംഗ് എന്ന് പറയാം. അത് നമ്മൾ വളർത്തിയ മീനൊന്നുമല്ല, നാച്ചുറലി കടലിലും പുഴയിലും ഒക്കെ ഉള്ള മീനാണ്, നമ്മളത് പോയി പിടിക്കുന്നു. ക്യാപ്ചർ ഫിഷറിംഗ്. കൾച്ചർ ഫിഷറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വിത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിടിക്കുന്നു. അതാണ് കൾച്ചർ ഫിഷറിംഗ്. ദ വാട്ടർ സോഴ്സ് ഓഫ് ഫിഷ് ക്യാൻ ബി ഐദർ സീ വാട്ടർ
ഓർ ഫ്രഷ് വാട്ടർ. സോഴ്സ് ഓഫ് ഫിഷസ് നമുക്ക് എവിടെയൊക്കെ കിട്ടും? ഫ്രഷ് വാട്ടറിൽ നിന്നും കിട്ടും, പുഴയിൽ നിന്നും കിട്ടും, കടലിൽ നിന്നും കിട്ടും, മറൈനും കിട്ടും. റിവർ, പോണ്ട് അത് ഫ്രഷ് വാട്ടർ ആണ്. ഓക്കെ, സീ വാട്ടർ എന്ന് പറഞ്ഞാൽ മറൈനാണ്. ഫിഷിംഗ് ക്യാൻ ദസ് ബി ഡൺ വിത്ത് ബോത്ത് കാപ്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഫിഷസ് ഇൻ മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. അപ്പോൾ മറൈനിൽ, കടലിലും നമുക്ക് വളർത്തിയെടുക്കാറുണ്ട്, പുഴയിലും നമ്മൾ എന്ത് ചെയ്യും? മീനുകളെ വളർത്തിയെടുക്കും. അത് കൾച്ചർ ഫിഷറിങ്. കടലിൽ നമ്മൾ വളർത്താത്ത മീനിനെ നമ്മൾ പിടിക്കാറില്ലേ? കടലിൽ പോയി വലയിട്ട് പിടിക്കും, പുഴയിൽ പോയി വലയിട്ട് പിടിക്കും. അത് ക്യാപ്ചർ ഫിഷറിങ്. മറൈൻ ഫിഷറീസ് കടലിലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻസ് 7500 കിലോമീറ്ററോളം കോസ്റ്റൽ ലൈൻ, ഇൻക്ലൂഡിങ് കേരളയുടെ കോസ്റ്റൽ ലൈൻ അല്ലേ? അപ്പോൾ അതിനപ്പുറം ഡീപ്പ് സീ ഉണ്ട്. അപ്പോൾ മത്സ്യബന്ധന ബോട്ടുകൾ എന്ത് ചെയ്യുന്നു? കടലിൽ പോയി മീൻ പിടിക്കുന്നു. അപ്പോൾ പോംഫ്രെറ്റ്, മാക്രൽ, ട്യൂണ, സാർഡൈൻ, ബോംബെ ഡക്ക് ഇതൊക്കെയാണെന്ത്? പ്രധാനപ്പെട്ട കടലിൽ നിന്ന് ലഭിക്കുന്ന മീനുകൾ. മറൈൻ ഫിഷ് ആർ കോട്ട് യൂസിങ് മെനി കൈൻഡ് ഓഫ് ഫിഷിംഗ് നെറ്റ്. മീൻ പിടിക്കുന്ന വല ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കാറുണ്ട് ബോട്ടിലൂടെ, ഫ്രം ഫിഷിംഗ് ബോട്ട്സ്. Yield are increased by locating large school of fish in open sea using satellite and echo sounder. എക്കോ സൗണ്ടർ, സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫിഷസിന്റെ കൂട്ടത്തെ ഇവർ തിരിച്ചറിയും. അപ്പോൾ ബോട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, എക്കോ സൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ലഭ്യമാകുന്ന വിവരം മറ്റൊരു ബോട്ടിൽ അറിയിച്ച് ഇന്ന സ്ഥലത്ത് മീനുകൾ കൂടുതലായി ഉണ്ടെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറൈൻ ഫിഷസ് ഓഫ് ഹൈ എക്കണോമിക്, ഇത് ചോദിക്കാറുണ്ട്, MCQയിലൊക്കെ ചോദിക്കും. മറൈൻ ഫിഷസ് ഓഫ് ഹൈ എക്കണോമിക് വാല്യൂ ആർ ഓൾസോ ഫാംഡ് ഇൻ സീ വാട്ടർ. These include finned fishes like mullets, bedkey, and pearl spot. Shellfishes like prawns, mussels, oysters, as well as seaweeds. Oysters are also cultivated for the pearl they make. MCQയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. മറൈൻ ഫിഷ് നമ്മൾ പറഞ്ഞതാണ്, സെയിം തിങ്. ഇൻലാൻഡ് ഫിഷറീസ് ഉണ്ട്. ഇൻലാൻഡ് ഫിഷറീസ് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ, അത് നമ്മളെ കനാല്, പോണ്ട്, റിസർവയർ, റിവർ. പിന്നെ ബ്രാക്കിഷ് വാട്ടർ സോഴ്സ്, അതായത് കടലും നമ്മുടെ ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അതായത് ഈ അഴിമുഖം എന്നൊക്കെ പറയാം, എസ്റ്ററീസ്, ലഗൂൺസ് അല്ലേ? കടൽ വെള്ളവും ഈ ഫ്രഷ് വാട്ടറും റിവറും തമ്മിൽ മിക്സ് ചെയ്യുന്ന ഭാഗം അഴിമുഖം. അപ്പോൾ അവിടെ മീൻ പിടിക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ ക്യാപ്ചർ ഫിഷറിംഗ് നടത്തും. അവിടെ പോയി നമ്മൾ മീൻ പിടിക്കാറുണ്ട്, അല്ല അഴിമുഖത്ത് പോയി മീൻ പിടിക്കാറുണ്ട്. While capture fishing is done in such inland water body, the yield is not high. Most fish production from these resources is through aquaculture. Fish culture is sometimes done in combination with the rice crop. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഈ റൈസ്, പാഡി നമുക്കറിയാം ഖരീഫാണ്, അതുകൊണ്ട് മഴക്കാലത്താണ് നടുക, വെള്ളക്കെട്ടിലാണ് ഈ അരി വളരുക, നെല്ല് വളരുക. ആ കൂട്ടത്തിൽ നെല്ല് വളർത്തുന്ന കൂട്ടത്തിൽ നമ്മൾ മീനുകളെയും വളർത്തും. അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്ന ടെക്നോളജിയാണ്, ആ ഒരു ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കേട്ടോ അത്. സോ ഈ ഫിഷ് കൾച്ചർ പ്രാക്ടീസ് ആണത്. അത് നമ്മുടെ കൃഷി നടത്തുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ നെല്ലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മീനിന് ഇട്ട് കൊടുക്കുകയാണ്. സോ ഫിഷസ് ആർ ഗ്രോൺ ഇൻ വാട്ടർ ഇൻ ദി പാഡി ഫീൽഡ്. മോർ ഇൻറ്റൻസീവ് ഫിഷ് ഫാമിംഗ് ക്യാൻ ബി ഡൺ ഇൻ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ. കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം, ഒരു പോണ്ട്. ആ പോണ്ടിൽ കോമ്പിനേഷൻ ഓഫ് 5 to 6 ഫിഷ് സ്പീഷീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത ഓരോന്നിൻ്റെ ഫീഡിങ് ഹാബിറ്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം യുദ്ധമോ മത്സരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദീസ് സ്പീഷീസ് ആർ സെലക്ടഡ് സോ ദാറ്റ് ദേ ഡു നോട്ട് കമ്പീറ്റ് ഫോർ ഫുഡ്. ആസ് എ റിസൾട്ട് ഫുഡ് അവൈലബിൾ ടു ഓൾ പാർട്ട് ഓഫ് ദ പോണ്ട് ഈസ് യൂസ്ഡ്. അപ്പോൾ ഫുഡ് എല്ലാ ഭാഗത്തും അവൈലബിൾ ആയിട്ടുള്ള ഫുഡും ഈ സ്പീഷീസ് ഉപയോഗിക്കും. ഇതിൽ നമ്മൾ ഏറ്റവും മുകളിൽ കട്ലകൾ, സർഫസ് ഫീഡേഴ്സ് എന്നറിയപ്പെടുക, സർഫസ് ഫീഡേഴ്സ്, അവർ മുകളിലുള്ള ഭക്ഷണം കഴിക്കും. മിഡിൽ ഫീഡേഴ്സ് റോഹു ആണ്. അപ്പം മിഡിൽ ഫീഡർ റോഹു എന്ത് ചെയ്യും? മിഡിൽ സോണിൽ കഴിക്കും. മൃഗാലും കോമൺ കാർപ്പൊക്കെ ബോട്ടം ഫീഡറാണ്, അവർ താഴെ കഴിക്കും. പിന്നെ വീഡ്സ്, ഈ ഇതിലെ ചെടികളെയൊക്കെ കഴിക്കുന്ന ഗ്രാസ് കാർപ്പുണ്ട്, വീടുകളെ കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ ഭാഗത്തുള്ള ഭക്ഷണ വിഭവങ്ങളും ഓരോ മീനുകൾ കഴിക്കുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനെ വളർത്തുന്ന ടെക്നോളജിയും ഉണ്ട്, അത് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഈ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെനി ഓഫ് ദീസ് ഫിഷ് ബ്രീഡ് ഓൺലി ഡ്യൂറിങ് മൺസൂൺ സമയത്താണ് ഇതിൻ്റെ ബ്രീഡിങ് നടക്കുക. ഈവൺ ഈ ഫിഷ് സീഡ് ഈസ് കളക്റ്റഡ് ഫ്രം ദ വൈൽഡ്, ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ് വിത്ത് ദാറ്റ് ഓഫ് അതർ സ്പീഷീസ് എസ് വെൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുട്ട കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് എല്ലാ മീനുകളും മൺസൂൺ സീസണിൽ തന്നെ ബ്രീഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മറ്റു മീനുകളുടെ സ്പീഷീസിൻ്റെ മുട്ടയും ഉണ്ടാവും. So a major problem in fish culture is lack of availability of good quality seed. To overcome this problem, ways have now been worked to breed these fish in pond using hormonal stimulation. ഹോർമോൺ കുത്തിവെച്ചുകൊണ്ട് ഡിഫറൻറ്റ് ടൈമിൽ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. This has ensured supply of pure fish seed in desired quantities. നമുക്ക് പ്യൂർ ആയിട്ടുള്ള സീഡ്സ് അതുവഴി കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ബീ കീപ്പിംഗ് ആണ്. ഹണി ഈസ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ദെയർഫോർ ബീ കീപ്പിംഗ്
ഫോർ മണി മേക്കിംഗ് ഹണി ഹാസ് ബിക്കം അഗ്രികൾച്ചർ എന്റർപ്രൈസ്. വളരെ വലിയൊരു മേഖല തന്നെയാണ്. ബീ കീപ്പിംഗ് നീഡ്സ് ലോ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ സൈഡായിട്ട് കൊണ്ടു നടക്കാം, ലോ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടു. ഫാർമേഴ്സ് യൂസ് ഇറ്റ് ആസ് എൻ അഡീഷണൽ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ഇൻ അഡീഷൻ ടു ഹണി, ബീ ഹൈവ്സ് ആർ ഫോർ സോഴ്സ് ഓഫ് വാക്സ്. അതിൻ്റെ വാക്സ് മെഴുകും നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് മെഡിസിനൽ പ്രിപ്പറേഷൻസ്. ദ ലോക്കൽ വെറൈറ്റി ഓഫ് ബി ഓർത്ത് വെക്കാം, അപ്പിസെറീന ഇൻഡിക്ക ഇന്ത്യൻ ബി ആണ്. അപ്പിസെറീന ഇൻഡിക്ക എന്താണ്? ഇന്ത്യൻ ബി ആണ്. പിന്നെ അപ്പിസ് ഡോർസാറ്റ റോക്ക് ബി ആണ്. അപ്പിസ് ഫ്ലോറിയ ലിറ്റിൽ ബി ആണ്. പിന്നെ ഇറ്റാലിയൻ വെറൈറ്റി അപ്പിസ് മെല്ലിഫറ. ഓക്കെ, അപ്പിസ് മെല്ലിഫറ. അപ്പോൾ അപ്പിസ് മെല്ലിഫറയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു നോക്കണം. അപ്പിസ് മെല്ലിഫറയുടെ പ്രോപ്പർട്ടീസ് എന്താണ്? ഹൈ ഹണി കളക്ഷൻ കപ്പാസിറ്റി, ദേ സ്റ്റിങ് സംവാട്ട് ലെസ്. ഇത് കുത്തുന്നത് കുറച്ചേ കുത്തുന്നുള്ളൂ. ദേ സ്റ്റേ ഇൻ എ ഗിവൺ ബി ഹൈ ഫോർ എ ലോങ്ങർ പീരീഡ്. ഡിസൈഡ് ക്വാളിറ്റി ഓഫ് എ ഹണി ബീയും കൂടിയാണ് കേട്ടോ. ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഒരു ഗിവൺ ബി ഹൈവ് തേനീച്ച കൂടുതൽ സ്റ്റേ ചെയ്യും. ദേ ബ്രീഡ് വെരി വെൽ. ഫോർ കൊമേഴ്ഷ്യൽ ഹണി പ്രൊഡക്ഷൻ, ബി ഫാംസ് ഓർ അപ്പിയറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. വാല്യൂ ഓർ ക്വാളിറ്റി ഓഫ് ഹണി ഡിപ്പെൻഡ് അപ്പോൺ പാസ്റ്ററേജ്. അത് പൂക്കളിൽ നിന്നാണ് തേന് ശേഖരിക്കുക. അപ്പോൾ അടുത്തുള്ള പൂക്കൾ എങ്ങനെയുള്ള പൂക്കളൊക്കെയാണ്, പൂക്കളുടെ അവൈലബിലിറ്റി, അതൊക്കെ ഈ നക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യും. ഫ്ലവേഴ്സ് അവൈലബിൾ ടു ദ ബീസ് ഫോർ നെക്ടർ ആൻഡ് പോളൻ കളക്ഷൻ. ഇൻ അഡീഷൻ ടു അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് പാസ്റ്ററേജ്, കൈൻഡ് ഓഫ് ഫ്ലവർ ഓൾസോ ഡിറ്റർമൈൻ ദി ടേസ്റ്റ് ഓഫ് ഹണി. അപ്പോൾ ഹണിയുടെ ടേസ്റ്റ് അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ഇത്രയുമാണ് 1 മണിക്കൂറിൽ നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ. സ്റ്റേ സേഫ്.